അപ്പം അങ്ങനെ അവസാനം 4ാമത്തെ എപ്പിസോഡ് വരുത്തി മടിയനായി ഞാൻ 4ാമത്തെ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ് മറ്റേ 2 കമ്പനി മുതലാളി. അത് കളിയാക്കി പറഞ്ഞല്ല, കാര്യത്തിന് അടുത്ത സുഹൃത്തുക്കളല്ലേ, അത് പിന്നെന്താ പിന്നെ ടെൻഷൻ. അപ്പോൾ എന്താ പറയുക, 2 കമ്പനിയുടെ മുതലാളികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡ് സ്റ്റോറീസ് ബൈ കാർത്തിക്, മൊമെൻറ്റ്സ് ബൈ നിർമ്മൽ. അപ്പോൾ ഇത് 2ഉം വെഡ്ഡിങ് കമ്പനീസാണ്. പാലക്കാട് എന്ന് പറയാൻ പറ്റില്ല, പാലക്കാടിലെ 2 ടോപ്പ് കമ്പനീസ് ആണെങ്കിലും കേരളം ഒട്ടാകെ ഓടി നടന്ന് പണിയെടുക്കണേ. ഇന്ന് മറ്റേ കേരളത്തിൽ പാലക്കാടാണെങ്കിൽ നാളെ കേരളത്തിൽ എറണാകുളത്ത്, മറ്റന്നാൾ ബാംഗ്ലൂരിൽ, അതെ കർണാടകയിൽ ബാംഗ്ലൂർ. ഓവറ കൊണ്ടില്ലേ, അത്ര അങ്ങനെ മനസ്സിലായില്ലേ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ ഞാൻ തുടങ്ങാൻ ചോദ്യം എന്താ, ചോദ്യമല്ല ഇതിപ്പോൾ എനിക്ക് ചോദ്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ ഫോട്ടോഗ്രാഫിയിലേക്ക് പല രീതികളിൽ എത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോൾ പാഷനേറ്റ് ആയിട്ട്, അപ്പോൾ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അതൊന്ന് പാഷനേറ്റ് ആയിട്ട് ആൾക്കാർ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നുണ്ട്. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലഷർ പോലെ അവർക്ക് ഒരു സാലറി കിട്ടുമ്പോൾ ആദ്യം ഒരു ക്യാമറ വാങ്ങുന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേര് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡ്ഡിങ് വീഡിയോഗ്രാഫി, വെഡ്ഡിങ് ഭാഗത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? 2 പേരും ഓർഡർ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും അയാൾ തുടങ്ങി അങ്ങോട്ട് 2 പേരും ഇങ്ങനെ. എനിക്ക് ഐ തിങ്ക് ഭയങ്കര ആക്സിഡന്റലായിട്ടാണ് ഇത് നോർമൽ ആവണ്ടോ നിങ്ങൾ, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ശരി, ഇത് ഭയങ്കര ആക്സിഡന്റലായിട്ട് ഞാൻ ഒരിക്കലും ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ മേ ബി ഒരു 10 years ബാക്ക്, 10 കൊല്ലം മുമ്പ് ഞാൻ ഫോട്ടോഗ്രാഫി നടന്നിട്ട് ലൈക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഇത്ര വെഡ്ഡിങ്സ് ചെയ്യുന്നു, അവർ ഇത് വെച്ച് ക്യാമറ വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് അലിയുന്നു, ആ സംഭവം എൻ്റെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെരി ആക്സിഡൻ്റൽ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി എൻ്റെ ജീവിതത്തിൽ വന്ന ആക്സിഡൻ്റലായിട്ടാണ്. അതിനുശേഷം എന്താ പറയുക, വെഡ്ഡിങ് ആയാലും ലൈക്ക് നോർമൽ സ്റ്റോറിമാരുണ്ട്. ഒരാൾ ആദ്യം വിളിച്ചു എന്നെ, ഒരു ജസ്റ്റ് എൻ്റെ സീനിയർ വിളിച്ചിട്ട് അവർ എൻഗേജ്മെൻറ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തു. അവർ കുറച്ച് ഇഷ്ടമായി, അവരത് പോസ്റ്റ് ചെയ്തു, അത് കണ്ട് ഫോളോ ചെയ്ത വേറെ ആൾക്കാർ കണ്ടു, അങ്ങനെ വിളിച്ചു. ദെൻ എന്നോ ഒരു ദിവസം ആ ദിവസം എനിക്കിപ്പോൾ ഓർമ്മയില്ല, ആ ദിവസം ഇപ്പോൾ ഞാൻ മറന്നിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇത് അടിപൊളിയാണ്, ലൈക്ക് ഇതിൻ്റെ ആ ഒരു ട്രിപ്പുകളും ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ആൻഡ് അതെന്താണെന്നും എനിക്കറിയില്ല, ആ ഡേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല, എത്ര ഒരു 5-6 കൊല്ലം മുമ്പായിരിക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി. എൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇയാളുടെ സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോറിയാണ് എൻ്റെ വെഡ്ഡിങ്ങിലേക്കുള്ള വരവ്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, ക്യാമറ കണ്ട ക്രൈസും പരിപാടിയൊക്കെയാണ്. 10th കഴിഞ്ഞപ്പോഴും ഇതേപോലെ ആർട്സിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു, നടന്നില്ല. +2 കഴിഞ്ഞപ്പോൾ അതേപോലെ നോക്കണം വെച്ചു, നടന്നില്ല. എഞ്ചിനീയറിങ്ങിന് പോയി, കാര്യങ്ങൾ തീർത്ത് എങ്ങനെയൊക്കെയോ ആ സമയത്തും അസിസ്റ്റ് ചെയ്ത് കുറേ ഫോട്ടോഗ്രാഫി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടാറായപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ വിട്ടു, നമുക്ക് ഫോട്ടോഗ്രാഫി തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അന്ന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ഞാൻ ക്യാമറയൊക്കെ ഞാൻ മേടിച്ച് ഒക്കെ വർക്ക് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ വലിയ പണിയും ഇല്ലാണ്ട് നാട്ടിൽ എന്ത് ചെയ്യണം, ഫോട്ടോ എങ്ങനെ എടുക്കാം എന്നൊക്കെ നോക്കി നടക്കുമ്പോഴാണ് ഞാൻ പണ്ടെപ്പോഴോ ചെയ്ത ഒരു ഫോട്ടോ സീരീസ് എന്തോ കുറച്ചൊന്നും ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്നും അങ്ങനെ കത്താൻ തുടങ്ങണേ ഉള്ളൂ. എന്തോ ഒരു ഫോട്ടോ വൈറലായപ്പോൾ ഞാൻ 400 1000 ഫോളോവേഴ്സൊക്കെ എന്തോ കയറി, അങ്ങനെ എന്തോ ആയിട്ട് കുറേ പേരെ പരിചയപ്പെടുന്നു, കാണുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പേരുണ്ടായിരുന്നു, നിർമ്മൽ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ എനിക്ക് ഒരു എന്തോ മെസ്സേജൊക്കെ അയച്ച് വെഡ്ഡിങ്ങിന് ഫോട്ടോ ഒക്കെ എടുക്കുക വെച്ചു. ഞാൻ മറ്റേ സാധനം വിടാൻ ഞാൻ പറഞ്ഞു, പിന്നെന്താ ഞാൻ അപ്പോൾ ഞാൻ മറ്റേ ഫുൾ ഡ്രാമയൊക്കെ ഇറക്കിയിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ചാർജ് ചെയ്ത് മറ്റേ മറിച്ചതൊക്കെ നമ്മളെ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഇയാൾ ശരി ബ്രോ പറയാനൊക്കെ വിട്ടു. ഞാൻ ഏത് ചങ്ങായി നോക്കട്ടെ, ഇപ്പോൾ സ്റ്റോറി ഒക്കെ നോക്കുമ്പോൾ ആശാൻ മറ്റേ ഫ്ലൈറ്റിൽ വെഡ്ഡിങ് ഹൈദരാബാദൊക്കെ പോയി, അയ്യോ നമ്മൾ ആരുടെ സംസാരിച്ചതൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. അതിൻ്റെ ഒരു മാസത്തിൽ എനിക്ക് എൻ്റെ ഒരു പഴയ കോളേജ് സീനിയർ ആരുടെ ത്രൂ ഒരു വർക്ക് വന്നു, എടുക്കുക വെച്ചു. എൻ്റെ ക്യാമറയൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്നപ്പോൾ വീണ്ടും ഈ ചങ്ങായിക്കിനെ മെസ്സേജ് അയച്ചു, ഹായ് ബ്രോ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഒരു ക്യാമറ കിട്ടി വെച്ചു. അപ്പം ഞാൻ വെച്ച് തരില്ലായിരിക്കും, അന്ന് ജാട വിട്ടതല്ലേ. ആശാൻ പറഞ്ഞു എടുത്തോ, ക്യാമറ എടുത്ത് വന്നോ പറഞ്ഞു. ഞാൻ കോളേജിട്ട് വന്നിട്ട് ഇയാളെ കാണാൻ വേണ്ടി വൈകിട്ട് മീറ്റ് ചെയ്യാനൊക്കെ പോവാണ്. വരുമ്പോൾ ആശാൻ ട്രൗസറൊക്കെ ഇട്ട് വന്ന് കയ്യിൽ ബാക്കായിട്ട് ഈവൻറ്റ് കമ്പനി മാനേജറാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ കുറേ കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വർക്ക് ഞാൻ ചെയ്തു, ഞാൻ ക്യാമറ തിരിച്ചു കൊടുക്കാൻ പോകുമ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇയാളുടെ കൂടെ എൻ്റെ പഴയ കുറേ ഭീമനും ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഞാൻ കൊള്ളാലോ, നമ്മുടെ സർക്കിളാണല്ലോ. അങ്ങനെ സംസാരിച്ച് വെഡ്ഡിങ് എന്ന് പറയുന്ന സംഭവം അത്രയും വെറുത്തുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ, അതായത് എന്തോ കാരണം കൊണ്ട് ഞാൻ
ചെയ്തിട്ട് പോലും ഇല്ല, പക്ഷേ എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ചെറുകിട വെഡ്ഡിങ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ആ വെഡ്ഡിങ് ഈ വെഡ്ഡിങ് ഇവിടെ നാട്ടിലും പാലക്കാടും പുറത്തൊക്കെ ആയിട്ട് കുറച്ച് വെഡ്ഡിങ്സ് ഒക്കെ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് വെഡ്ഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറഞ്ഞു, അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമാണ് ഈ വെഡ്ഡിങ് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയില്ലേ, ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയാം. അത് കുറേ എനിക്കിപ്പോൾ ഇപ്പം ഞാനും വെഡ്ഡിങ് കുറേ എഡിറ്റൊക്കെ ചെയ്തു. പക്ഷേ എനിക്കും തുടക്കത്തിൽ ഇതേമാതിരി നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഫ്രീലാൻസേഴ്സ് ആണല്ലോ, നമുക്കിപ്പോൾ വേറെ പണിയൊന്നും അറിയാം, വേറെ ആരെങ്കിലും എന്തെങ്കിലും പണി ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഒരു സംസാരിച്ച കുറേ പേർക്ക് ഈ വെഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ എഡിറ്റേഴ്സിന് തന്നെ ഈ ഒരു ഫീൽഡ് വെഡ്ഡിങ് എന്ന് പറയുന്ന സാധനം ആ സമയത്ത്, ഇപ്പോഴല്ല ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളും താഴ്ത്തി കണ്ടിരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് ജനറലൈസ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ മെജോറിറ്റി ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഒരു ഐഡിയയിൽ മെജോറിറ്റി നമ്മളും അതിന് താഴ്ത്തി കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ താഴ്ത്തി കണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ബാക്കിയുള്ളൊരു താഴ്ത്തി കാണുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബേസിക്കലി എഡിറ്റിങ്ങിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഷൂട്ടിന് പോണ സമയത്ത് ഈ ആൾക്കാർ നമ്മളെ ഉണ്ടോ ഇല്ലയോ, ഞാനത് അങ്ങോട്ട് പറയുന്നില്ലല്ലോ എന്താ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അത് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ തുടങ്ങിയ സമയത്താണെങ്കിലും ആ ഒരു സമയത്താണെങ്കിലും കുറച്ച് കാലമായിട്ട് ആ സംഭവം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് ആൾക്കാർ നമ്മളെ ഗ്രാൻഡർ എടുക്കും. നമുക്ക് മറ്റേ അവർ ആ ഒരു കെയോസിനിടയിൽ, ആ വെഡ്ഡിങ് പറഞ്ഞ ഫുൾ തിരക്കിനിടയിൽ അവർക്ക് മറ്റേ ചീത്ത പറയുന്ന ഒരാളാണ്, അവർക്ക് ബന്ധമില്ലാത്ത ഒരാളാണ്. ലൈക്ക് എന്തെങ്കിലും ലേറ്റ് ആയാലും ലൈക്ക് അവർക്കൊരു സേഫായിട്ട് ഒരു തെറി വിളിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ മേ ബി അത് കുറച്ച് കാലം ശേഷം ഇപ്പം ഇപ്പം നമ്മൾ സ്റ്റൈൽ ഉണ്ടാക്കി, നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കി എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ക്ലയൻസ് ലൈക്ക് ക്ലയൻസ് ഒരിക്കലും ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി ടീമിനെ വേണം എന്ന് പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്. ലൈക്ക് അവർ നമ്മളുടെ വർക്കുകൾ ഇഷ്ടമായിട്ട് അവർ ആ ഒരു നമ്മളെ തന്നെ വേണം എന്ന രീതിയിൽ അവർ നമ്മുടെ വർക്കുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ ഐഡിയാസും നമ്മളുടെ ഐഡിയാസും തമ്മിൽ ഒരു സിംഗിളൊരു ക്ലയൻസ് ആയിരിക്കാം. അപ്പോൾ അവർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമുക്കൊരു റെസ്പെക്റ്റ് തരും. ലൈക്ക് അവർ അവിടെ എത്തുമ്പോൾ അവർ നമ്മളുടെ ആ ഫാമിലി ആയാലും ആരായാലും നമ്മളൊരു അവരുടെ ഒരു ഫാമിലീൻ്റെ ഒരു അംഗമായിട്ട് എന്ന രീതിയിൽ കരുതും. ഇതിൽ പുറത്ത് ആൾക്കാരുണ്ടാവും, പക്ഷേ അത് നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മുടെ ക്ലയൻസും അവരുടെ ഒരു ക്ലോസ് ഫാമിലിയാണ് നമുക്ക് വേണ്ടത്. അവർ ഒരിക്കലും നമ്മളോട് അങ്ങനെ ചീത്തയായിട്ടോ മോശമായിട്ടോ ഓർ അതിനടുത്തുള്ള ആൾക്കാരായില്ല, ആ ഒരു ഫാമിലി ആരും നമ്മളെ ചീത്ത വിളിക്കുക അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് അവർ മേ ബി നമ്മളോടൊപ്പം നല്ല കുറേ നേരം സംസാരിച്ചുകൊണ്ടായിരിക്കാം, ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടായിരിക്കാം അവർ നമ്മുടെ ആ ഒരു ക്ലോസ് സർക്കിൾ അവരുടെ സർക്കിളിലേക്ക് നമ്മളെ ഇന്നാക്കുമ്പോൾ ലൈക്ക് അവർ ആ വെഡിങ്ങിൽ ഒരു പോർഷൻ ഓഫ് ആൾക്കാർ മീൻസ് 100% നല്ലല്ലോ, 100% അല്ല, ബട്ട് അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അത് മാറണമെങ്കിൽ ആൾക്കാരുടെ മൊത്തം സൊസൈറ്റിനെ മൊത്തം മാറുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കാത്തൊരു കാര്യം. കാരണം ഇപ്പോൾ ഏത് പ്രൊഫഷണലായും ആ ഒരു സംഭവം ഉണ്ട്. എന്തായാലും അവർ ആ ഒരു മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് അങ്ങനെ കാണും, അത് ഓഫ് കോഴ്സ് ഉള്ള കാര്യമാണ്. പക്ഷേ നമുക്കൊരിക്കലും ഒരു സൊസൈറ്റീനെ മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഉണ്ടാവും. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മളെ വേണ്ട ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് നമ്മളുടെ ആ ഒരു സ്റ്റൈൽ, നമ്മളുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് പരിപാടിയൊക്കെ ഇഷ്ടമാകുന്ന ക്ലയൻസ് വരുമ്പോൾ അവർക്കൊരിക്കലും അവർക്ക് ഇപ്പം നമ്മൾ അവിടുത്തെ ഒരു ആൾ ചീത്ത പറഞ്ഞാലും അവർ നോട്ട് ചെയ്യും. ചിലപ്പോൾ അവർ വന്ന് പറയും സോറി നിർമ്മൽ, അത് അങ്ങനെ അവർ പറഞ്ഞ് മോശമായിപ്പോയി എന്നല്ല അവർ നോട്ട് ചെയ്യും. കാരണം ദേ കെയർ അബൌട്ട് us. നമ്മളവിടെ വന്നിട്ട് കാരണം അവർക്ക് വേണ്ടത് നമ്മൾ അവരുടെ ആ ഒരു മൊമെൻറ്റ്സ് പ്രോപ്പറായി ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അവർ നല്ല ഫോട്ടോസ് എടുത്തിട്ട് അവർക്ക് അതൊരു ജീവിതകാലം വേണ്ട സംഭവമാണ്. സോ ദേ നീഡ് us. ലൈക്ക് അവർക്ക് നമ്മളെ വേണം, നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് എല്ലാം അവിടെ കറക്റ്റായിരിക്കണം. അതിന് വർക്ക് ചെയ്യാൻ നമ്മളുടെ അങ്ങനെ ആരും എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു സംഭവമുണ്ട്. അത് വന്നതിന് ശേഷം ഐ ഡോണ്ട് തിങ്ക് ഉണ്ട്, ഇപ്പോഴും മേ ബി ഇടയ്ക്കൊക്കെ ഉണ്ട്, ബട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപാടൊന്നും എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നാലും കുറേയൊക്കെ എനിക്ക് തോന്നിയത് കാലം മാറിയതിൻ്റെ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. കാരണം പണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ കാലം അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെയൊക്കെ ഏട്ടൻ ഇവരുടെയൊക്കെ കല്യാണ സമയത്തുള്ള ഒരു ഫോട്ടോഗ്രാഫി അപ്രോച്ച്, ഒരു ടീമിൻ്റെ അപ്രോച്ച് എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അന്ന് നമുക്ക് അവരെ കൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻസ് ഇല്ല, കാരണം അന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഇല്ല. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടും ഒരു കമ്പാരിസൺ ഉള്ളത് കൊണ്ടും നമുക്ക് ആക്ച്വലി ഓരോ ടീമിൻ്റെ അടുത്തും ഓരോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇവർ വന്നാൽ എങ്ങനെ, അവർ വന്നാൽ എങ്ങനെ, ഇവരെന്ത് ചെയ്യും, ഇവരുടെ പോസ്റ്റ് ഇവരുടെ സ്റ്റൈൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനോടൊപ്പം എനിക്ക് തോന്നുന്നു വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്രോച്ചും കൂടിയാണ്. അതായത് പണ്ട് ഈ പറഞ്ഞ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലും പോകുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഡ്രസ് കോഡൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തർ അവർക്കുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചിലപ്പോൾ ജീൻസ് ഇട്ട് വരും, സ്ട്രൈപ്സ് ഇട്ടൊക്കെ പോകും. അപ്പം നമുക്കൊരു ടീം ഡെഫിനേഷനൊന്നുമില്ല, ഓരോരുത്തർ ഓരോ പോലെയൊക്കെയാണ് വരുന്നത്. ഒരു സർട്ടൻ പോയിന്റിൽ വരുമ്പോൾ
എനിക്ക് തോന്നുന്നു നമ്മളൊരു ടീമിനെയൊക്കെ ഹയർ ചെയ്ത് ചിലപ്പോൾ അത് ഏത് സർക്കിളും ആയിക്കോട്ടെ, ഒരു വിളിച്ച ചിലപ്പോൾ ഒരു സർട്ടൻ ബഡ്ജറ്റ് റേഞ്ചിലായിരിക്കാം, കുറവായിരിക്കും, വോട്ടെവർ. പക്ഷേ അവിടെ വന്ന് കാണുമ്പോൾ എല്ലാവരും ഒരു ടീമിൽ 5 പേരും 5 വിധം, ഇവരുടെ മൊത്തത്തിലെ അട്ടയർ, സംസാരം, ഇവരുടെ പെരുമാറ്റം, ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ മറ്റേ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ, ഡൽഹി, ഷിക്കാഗോയിലോ പോസ്റ്റ് ഒക്കെ അവിടെ പോയിട്ട് ഏട്ടാ എന്നൊക്കെ പറയും മറ്റേ ലോക്കൽ ഇതാകുമ്പോൾ ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളോട് റെസ്പെക്റ്റ് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മളും ക്യാരി ചെയ്യേണ്ടതുണ്ട്. ഡിഗ്നിറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഒരു ഫാക്ടറാണ്. നമ്മുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നമ്മുടെ പെരുമാറ്റം, സംസാരം, നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ ആ ഒരു വലിയ ദിവസം നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നു, അവർ കൊടുക്കുന്ന എക്സ്പീരിയൻസ്, ഇത് പ്രോപ്പർലി കൊടുക്കുമ്പോൾ തന്നെ തിരിച്ച് നമ്മൾ ഒരു ഡിസേർവ് ചെയ്യുന്ന റെസ്പെക്റ്റും നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ പ്രോപ്പർലി കിട്ടും എന്നാണ് എൻ്റെ ഒരു പോയിന്റ് വരെ നമുക്ക് ആൾക്കാരെ മാറ്റിയെടുക്കാൻ പിന്നെ പറ്റും തീർച്ചയായിട്ടും. എന്നുള്ള- കാരണം അവനൊരു ഫോട്ടോഗ്രാഫർ അല്ലേ എന്ന് പറയുന്നിടത്തുനിന്ന് നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അത്രയും കാര്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, വേർഡ്സോടെ അല്ല നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ. പണ്ട് ആൾക്കാർ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നിരുന്നത് ചില സമയം നിവൃത്തിയില്ലാത്ത കൊണ്ട് വന്ന ആൾക്കാരുമുണ്ട്. എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് വന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ക്യാമറ വെച്ച് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പോയ ആൾക്കാരും ഉണ്ട്. ബട്ട് പ്രോപ്പർലി ആർട്ടിനോട് സ്നേഹം വന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇന്ന് എല്ലാവരും അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്നിപ്പോൾ ആരും 10ാം ക്ലാസ് ഫെയിൽ ആയതുകൊണ്ട് ഫോട്ടോഗ്രാഫി എടുക്കുന്നു എന്നല്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടം വെച്ച് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ച് പിന്നീട് ഫോട്ടോഗ്രാഫിക്ക് വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അവരുടെ സംസാരം, അവരുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി അപ്ഡേറ്റഡ് ആണ്. എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അവർക്ക് അറിയാം ഫോണിൽ എന്താണ് നടക്കുന്നത്, ലോകത്ത് നടക്കുന്ന ലോകവിവരം ഉള്ള ആൾക്കാർ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഐ തിങ്ക് അതെല്ലാം വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകവിവരം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഇപ്പം ചില അമ്മമാരൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഏതാ ക്യാമറ, ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ആൾക്കാർക്ക് ഇപ്പോൾ ക്യാമറ അടക്കം അറിയാം. പണ്ടുണ്ടായിരുന്നു. പണ്ട് ആൾക്കാരെ കാനന്റെ ക്യാമറയും 7200 വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ലെൻസ് ഉണ്ടോ, മാർക്ക് 3 ആണോ മാർക്ക് 4 ആണോ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മളതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ന ക്യാമറകൾ എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഒരു സമയം വരെയൊക്കെ ഉണ്ടായിരുന്നു, ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഒന്നാമത് ഒരുപാട് ക്യാമറകളുണ്ട്, ഒരുപാട് എക്യുപ്മെന്റ്സ്, ഗിയേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാലും പണ്ട് പറഞ്ഞ കാനോൺ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു സമയത്ത് കാനോൺ മാത്രമായിരുന്നു. ബാക്കി ക്യാമറകൾ സോണിയൊന്നും ഉണ്ടായിരുന്നില്ല. സോണീൻ്റെ ക്യാമറകളൊന്നും ആരും അറിയില്ല. ഉണ്ടെങ്കിലും അതിൻ്റെ കുറേ ബാറ്ററിൻ്റെ ഇഷ്യൂസും അത് കാരണം ആൾക്കാർ എടുക്കില്ല, നോക്കാറില്ല. കാനോൺ 5D വണ്ടി അത് മാത്രമാണ് നാട്ടുകാർക്ക് മൊത്തം അറിയുക, ഫോട്ടോഗ്രാഫേഴ്സിന് മൊത്തം അറിയാം. ഇപ്പം പക്ഷേ ക്യാമറകൾ എല്ലാം ഉണ്ട്. സോണിയിൽ തന്നെ കുറേ ക്യാമറാസ് ഉണ്ട്, കാനോണിൽ കുറേ ക്യാമറ ഉണ്ട്. നല്ല ക്യാമറയാണ്. ഇതല്ലേ ക്യാമറ ട്രൈ ചെയ്തിട്ടുണ്ട് 1-2 പ്രാവശ്യം. പക്ഷെ ഇത് മറ്റേ നമ്മള് ഈ ഇത് ഓടിക്കില്ലേ, പോളോ സാധാ ഓടിക്കില്ലേ, അതേമാതിരി ഒക്കെ അപ്പുറത്തേക്ക് പോലും മാറി കിടക്കുക. അങ്ങനെ എനിക്ക് മാറി കിടക്കണ മാതിരി ഷട്ടർ സ്പീഡ് നല്ല ക്യാമറയൊക്കെയാണ്. പക്ഷെ നമുക്കൊരു നിൽക്കുന്ന ആൾക്കാർ കണ്ട ചിലപ്പോൾ വീഡിയോ കണ്ട ചിലപ്പോൾ താഴെ എന്തെങ്കിലും പ്രശ്നം പറയും. പക്ഷെ എന്നാലും പറയാം, എനിക്ക് പേഴ്സണലി എന്താ വെച്ചാൽ കാനോണിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സോണിയിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷട്ടർ, നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് ബേസിക്കലി ഒരു കാറ് നല്ലൊരു പോളോ GT ഉപയോഗിക്കുമ്പോൾ അതേ പവറുള്ള കാറ്, പക്ഷേ ഹാൻഡ്ലിംഗ് ഒരു സുഖമില്ലാത്ത വണ്ടി, അങ്ങനത്തെ വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ അത് പക്ഷേ സെയിം പവർ ആയിരിക്കും, സെയിം PHP ടോർക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപോലെ സോണിയിൽ ഈ കാനോണിൻ്റെ അതേ പവറുള്ള സോണിൻ്റെ അതേ പവറുള്ള നിക്കോൺ ക്യാമറകളൊക്കെ ഉണ്ട്. ഉപയോഗിക്കുമ്പോൾ ഒരു ആസ്തെറ്റിക്സ് ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷട്ടറിൻ്റെ ഒരു ഫീല്, ആ പരിപാടി, ആ ലെൻസുകളുടെ ആ ഒരു ആസ്തെറ്റിക്സ്, ഗ്ലാസ്സുകളുടെ ഒരു ഫീല്, ഒപ്പം എർഗണോമിക്സും പരിപാടിയൊക്കെ ഉണ്ട്. ആ ഷട്ടർ സൗണ്ടൊക്കെ ഉണ്ട്. എനിക്ക് ഇത് പേഴ്സണലി നിക്കോണിൽ അത്ര വർക്കല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സോഫ്റ്റ് ഫീലാണ്. നമുക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് മറ്റേ ഒരു ഇത് വേണമല്ലോ, ആ ഒരു ഫീല് വേണമല്ലോ. ആ സംഭവം എനിക്ക് നിക്കോണിന്ന് കുറച്ച് കാലം നിക്കോൺ ഉപയോഗിച്ചിട്ട്, പക്ഷേ ലൈക്ക് ഇത് അത് ക്യാമറ വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാണ്ട്. പക്ഷേ ഒരു സമയത്താകുമ്പോൾ സ്പോർട്സിന് അടിപൊളിയായിരുന്നു. ഇപ്പോൾ പിന്നെ റെഡിൻ്റെ ഒപ്പം ചേർന്നപ്പോൾ എന്താണ് അവരുടെ വീഡിയോ റെഡ് കമ്പനി അവർ അക്വയർ ചെയ്തതിനു ശേഷം അവരെന്തൊക്കെയോ വീഡിയോയുടെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കാണാം. ആസ് ഓഫ് നൗ സോണി ആൻഡ് കാനോൺ ആണ്. പക്ഷേ ദിസ് ഇസ് ലൈക്ക് ഞാൻ ഇതിനിടയിൽ ഫുജി ഉപയോഗിച്ചിട്ടുണ്ട്. ഫുജിയുടെ X-T4 ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാമറയാണ്. ഇടയ്ക്ക് ചിലപ്പോൾ ഇപ്പോൾ കാർത്തിക് ഇപ്പോൾ ക്യാമറയെക്കാട്ട് ചിലപ്പോൾ അവൻ്റെ വിവോ X200 Pro എടുത്താൽ ആ R5 അടിപൊളി ഫോൺ ക്യാമറയിൽ കിട്ടും. സോ എക്യുപ്മെൻറ്റ് കാര്യമൊന്നുമില്ല, ബട്ട് കാര്യമുള്ള സ്ഥലങ്ങളുണ്ട്. ലോ ലൈറ്റ് പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു നല്ല ഫോട്ടോ കിട്ടാൻ ഐ ഡോണ്ട് തിങ്ക് ഒരു ക്യാമറ, ഇപ്പോൾ എൻ്റെ ഒരു ഫിലിം ക്യാമറ ഉണ്ട്, ഇത്രയൊന്നും റെസൊല്യൂഷൻ കാര്യങ്ങളൊന്നും വരില്ല, പക്ഷെ അതിൻ്റെ ഒരു ഫീൽ ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്.
ക്യാമറയൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിപ്പെൻസ് ഓൺ ദ പർപ്പസ് ബേസിക്കലി. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ പ്രിന്റ് നോക്കുകയാണെങ്കിൽ പിക്സൽ നോക്കുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമാണെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് പോലെയാണ്. ഇപ്പോൾ വെഡ്ഡിങ്ങിന് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താ, അപ്പോൾ അതിനെപ്പറ്റിയുള്ള ബേസിക് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഇതിനോടൊപ്പം തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏത് ക്യാമറ മേടിക്കണം, ബിഗിനേഴ്സ് ക്യാമറ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ആക്ച്വലി ബിഗിനേഴ്സ് ക്യാമറ, ബിഗിനേഴ്സ് കമ്പനി ഒന്നുമില്ല. നമ്മൾ ഏത് ക്യാമറ ഓപ്റ്റ് ചെയ്യുന്നു, അതിനോട് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതിനൊപ്പം എങ്ങനെ കംഫർട്ടബിളായി പോകുന്നു, ആൻഡ് ഗ്രാജുവലി നമ്മൾ പഠിച്ചു വരും എന്താണ് എൻ്റെ നീഷ് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പോകെ പോകെ മനസ്സിലാവും എനിക്കിനി ഏതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഏത് ഫോക്കൽ റേഞ്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ പേർപ്പസിന് വേണ്ടി എനിക്ക് ഏത് ലെൻസ്, ഏത് ബോഡി, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് കുറച്ചും കൂടി നല്ലത്, എൻ്റെ കളർ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ കളർ ഗ്രേഡിങ്ങിന് വേണ്ടിയൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറാസ് ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്രാജുവലി പഠിച്ച് വരുമ്പോഴാണ് നമ്മളെ മനസ്സിലാക്കുന്നത് എനിക്ക് ഇന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ന ഫോക്കൽ റേഞ്ച് ലെൻസുകൾ, സോഫ്റ്റ്വെയറുകളൊക്കെ അങ്ങനെ പഠിച്ചു വരുള്ളൂ. അല്ലാതെ ഇന്നൊരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ക്യാമറ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ പഠിച്ച് മറ്റേതാവും, അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ഏത് ക്യാമറ ഇത് പഠിക്കും, കാരണം ബേസിക്സ് എല്ലാം സെയിം ആണ്. ഷട്ടർ സ്പീഡും ISO അപ്പർച്ചറൊക്കെ നമ്മൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ പഠിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഫോണിൽ മാനുവൽ പോകുന്നവനാണെങ്കിലും ശരി, ഏതെങ്കിലും ഈ പറയുന്ന സോണി, നിക്കോൺ ഓർ കാനോണിൻ്റെ ക്യാമറ എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും ബേസ് സെയിം ആണ്. പക്ഷേ ഇത് പഠിച്ചാൽ മാത്രമേ ഇതിൽ ഏതെടുക്കണമെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞു വന്നല്ലേ, റീൽസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പം ഇൻ്റർനെറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ടെക്നോളജിയാണ് ഇപ്പോൾ കട്ടക്ക് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത് വെഡ്ഡിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പോൾ റീൽസും ഇതും പരിപാടികളൊക്കെ കാരണം അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നോർത്തിലുള്ളത് ഇവിടെ കാണാം, ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, അത് കാരണം കൊണ്ട് വെഡ്ഡിങ്ങിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദി, സംഗീത്, ആ പരിപാടികളൊന്നും നമ്മളെ സൗത്തിലേക്ക് അധികം ഇല്ല. ഇതൊക്കെ മറ്റേ അവിടെ സെലിബ്രിറ്റീസിൻ്റെയും അല്ലെങ്കിൽ നോർത്തിലെ വെഡ്ഡിങ്ങുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലാഭമായി. കൊട്ടേഷൻ ഇടുമ്പോൾ തലേന്നത്തെ ഒരു 4 ദിവസം കല്യാണം അങ്ങനെ. പക്ഷേ അപ്പം അങ്ങനെ ഈ റീൽസ് അല്ലെങ്കിൽ ഈ വെഡ്ഡിങ് എല്ലാവരും കാണുമ്പോഴുള്ള എക്സ്പെക്ടേഷൻസ്, ഇത് കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പരിപാടികളിൽ വന്നിരിക്കുന്നത്? നമുക്ക് ഇനീഷ്യലി ഒന്നും ഈ പറഞ്ഞ റീൽസ് വരുന്ന വരെ അത്തരം റിക്വയർമെൻറ്റ്സ് ഇല്ല. ഒരു പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് പരിപാടികൾ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, അതിനൊപ്പം വരുന്ന ഹൽദി സംഗീതം ഒക്കെ ഉണ്ടായിട്ടുണ്ടായില്ല. അങ്ങനത്തെ പരിപാടിയൊക്കെ അന്നും ഇന്നും ഉണ്ട്. മേ ബി അത്രയും ഇന്നുള്ള അത്രയും അന്ന് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് അന്ന് പന്തകാലം ഒന്നും കേട്ടോ, 4-5 വർഷം പണ്ടത്തെ കാര്യം പറയണം. അപ്പോൾ റീൽസ് ഇല്ലാത്തത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീൽ വന്നത് കൊണ്ട് എല്ലാവരും ഭയങ്കര കോമ്പിറ്റൻസിയാണ്. അതായത് എൻ്റെ റീല് പോകണം, അല്ലെങ്കിൽ മറ്റേ വൈറലാവണം എന്നുള്ളൊരു സാധനമുണ്ട്. കാര്യങ്ങൾ വൈറലായി പോകണം. വെറുതെ റീൽ വന്നാൽ പോരാ, അതിന് എല്ലാവരും വരുന്ന പോലത്തെ എൻഗേജ്മെൻറ്റുകൾ വേണം, ഫൺ എലമെൻറ്റ്സ് വേണം, അതിന് ട്രെൻഡിനോടൊപ്പം പോകണം എന്നൊക്കെ പറയുമ്പോൾ ആരോടാ പറയുന്നേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നമ്മൾ ആസ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് കമ്പനി ടാക്കിൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ വെഡ്ഡിങ്ങിൻ്റെ ഒരു എസെൻസ് എന്നൊക്കെ ഭയങ്കര മാറി പോവുകയാണെന്ന് തോന്നുന്നു. കാരണം റീലല്ല അവിടുത്തെ ആക്ച്വൽ സാധനം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ ഇന്നിപ്പോൾ എല്ലാവർക്കും വേണ്ടത് അതാണ്. അപ്പം നമ്മൾ എല്ലാത്തിലേക്കും ഭയങ്കര എന്താ പറയുക, കുറേ ചിന്തകളെ കൊണ്ടുവന്ന് അയ്യോ അങ്ങനെയല്ല അതൊക്കെ പറഞ്ഞ് മാറാനും പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഐ തിങ്ക് നിർമ്മൽ ഓൾസോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ചുറ്റും നിന്ന് വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓവർ ഫാൻസി ആയി കഴിഞ്ഞാലും പിന്നെ ആ ഫാൻസിനെസ് ആണ് നമ്മുടെ ഒരു നീഷ്. അല്ല, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം നമ്മളിപ്പോൾ പണ്ട് കല്യാണങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പം നമ്മൾ ചെയ്യുന്ന മാതിരത്തെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻ്റ് അല്ല, കുറച്ച് മുന്നേ വരെ. പിന്നെ നമ്മൾ ഈ ഫിലിം ടൈപ്പ് ഇപ്പോൾ ഹൈലൈറ്റ്സ് അങ്ങനത്തെ പരിപാടികളിലേക്ക് കടന്നല്ലോ. അങ്ങനെ ആൾക്കാർ ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് സമയമില്ല. ഇപ്പോൾ ആര് വീഡിയോ ഇറക്കിയാലും അവർക്ക് കാണാൻ സമയമില്ല. അപ്പോൾ ആൾക്കാർ കാണുന്നത് ഇപ്പം ഞാൻ എൻ്റെ കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ആരെങ്കിലും പണ്ടാരം നമ്മൾ എടുക്കണ്ടായിരുന്നു. ഒടിഞ്ഞല്ലേ ദൈവേ, അവളല്ല മറ്റവള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അവരുടെ വീഡിയോ ബാക്കിയുള്ളവർ കാണണം. അതിനായിരുന്നു നമ്മൾ പണ്ട് ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കാണുന്നത്
റീൽസ് മാത്രമാണ്. ഒരു യൂട്യൂബിൽ ചെന്ന് ഇവൻ്റെ കല്യാണം മൊത്തം ഹൈലൈറ്റ്സ് ഇരുന്ന് കണ്ടേക്കാം എന്നാരും അപ്പം എനിക്ക് തോന്നുന്നു നമ്മളും ആ റീൽസിലേക്ക് റീൽസും കൂടി അതിൻ്റെ ഒരു പാർട്ടായി മാറി. ഇപ്പം അതന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെഡിങ് കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ ഒരു വെഡിങ് കഴിഞ്ഞിട്ട് ഒരു റീൽസ് ഇട്ടു, പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് വെഡിങ് ഫിലിം ഇട്ടു, ഒരു 5 കൊല്ലം കഴിയട്ടെ ഈ റീൽസൊക്കെ മറന്നു. ഇത് കണ്ട ആൾക്കാർ കുറച്ച് കണ്ട് വൈറൽ, നല്ല രസമുണ്ട്, നല്ല സോങ് ഡാൻസ് ഒക്കെ പറഞ്ഞാൽ അടിപൊളി. ഒരു 5 കൊല്ലം കഴിഞ്ഞു, ഇവരുടെ ലൈഫ് ഇവർ സെറ്റിലായി, ഇവർ വേറൊരു കൺട്രിയിലാണ്, പാരൻസിൻ്റെ ഒക്കെ ദൂരെ താമസിക്കണം. അപ്പോൾ ഈ വെഡിങ് ഫിലിം ഒന്നുകൂടി കാണുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആ ഒരു വെഡിങ്ങിൻ്റെ ആ ഒരു എക്സാക്ട്ലി അത് ശരിയാണ്. പക്ഷേ അവർക്ക് ആ പ്രസന്റിൽ അവരുടെ കല്യാണം എന്ന് പറയുമ്പോൾ അവർക്ക് അത് അവരുടെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. അതെ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ആ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണം. അപ്പോൾ ആ ഒരു സമയത്ത് ആ കല്യാണ മണ്ഡപത്തിൽ മാത്രമല്ല, ആ ഒരു മറ്റേ ഇൻസ്റ്റഗ്രാമിലും എൻ്റെ കല്യാണമാണ്. പക്ഷെ എനിക്കത് തോന്നി എന്ന് വെച്ചാൽ കുറച്ച് പേരുണ്ട്. പക്ഷെ എനിക്ക് വന്ന ക്ലയൻസ് ഒരു മേ ബി ഒരു 20% മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് തോന്നി. ആണോ ലൈക്ക് ഉണ്ട്, വരുന്ന ആൾക്കാരുണ്ട്, എല്ലാവർക്കും ആവണമെന്നുണ്ടാവും. പക്ഷെ എല്ലാവരും അപ്പം തന്നെ റീൽ ഇടുന്ന ആൾക്കാരുണ്ട്. മേ ബി അത് തെറ്റായിട്ടല്ല, പക്ഷെ എന്ന് വെച്ചാൽ ലൈക്ക് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരും കാണണം എന്നൊരു സംഭവമുണ്ട്. തെറ്റല്ലേ, തെറ്റല്ലല്ലോ, തെറ്റിയാത്ത ആരുണ്ടോ നീ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ എന്താ പറയാ, നമുക്ക് അവർക്ക് സെന്റർ ഓഫ് അട്രാക്ഷൻ ഒക്കെ ആവണമെന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒരുപാട് ഇപ്പോൾ ചില സിനിമകളിൽ ഇൻഫ്ലുവൻസേഴ്സിന് ചില സിനിമകളിൽ വൈറലാവണം പറഞ്ഞാൽ കുറച്ച് കൂട്ടി പറയുമല്ലോ, അങ്ങനെ പരിപാടികളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ എന്താ പറയുക, ജസ്റ്റ് അവർക്ക് ആ ഒരു ദിവസത്തെ സംഭവം അവർ കിട്ടണം, കുറച്ച് ആൾക്കാർ കാണണം. അതന്നെ, മറ്റേ ഓവറാക്കണ പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഇത്തിരി പക്ഷെ എന്നാലും ഒന്ന് മെയിൻ ആണ്. ഇപ്പം ഹൈലൈറ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിലിപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേനെ സെൻറ്റർ ആക്കിയിട്ട് തന്നെ. ഇപ്പം ആര് ബൈറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, അതന്നെയാണ് വേണ്ടതും. ഇപ്പോൾ ബൈറ്റ് പറയുകയാണെങ്കിൽ അമ്മ അച്ഛനും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ചാണ് പറയുന്നത്. ഇവര് ഇപ്പോൾ ഒരു സിനിമ പോലെ തന്നെ ഒരു ഹൈലൈറ്റ്സ് ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പം അതിൽ ഈ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ ഹീറോയിനാണ്. അവർക്ക് അത് സിനിമയാണ്. അവരുടെ ആ സിനിമയിൽ അവരെന്നെയാണ് ഹീറോയും ഹീറോയിനും. അപ്പം ആ ഒരു സാധനം ബാക്കിയുള്ളവർ കാണണമെന്ന് അവർക്ക് ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ട്രെയിലർ പോലെയോ അല്ലെങ്കിൽ എൻ്റെ കല്യാണം ഹാപ്പനിങ് ആയിരുന്നു, എൻ്റെ കല്യാണം ഇങ്ങനെയായിരുന്നു, നല്ലതായിരുന്നു എന്ന് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം കൂടിയല്ലേ റീൽസ് എന്ന് പറയുമ്പോൾ. അപ്പം അതും ഇപ്പം അതിൻ്റെ ഒരു പാർട്ടായി. അതുകൊണ്ടാണ് റീൽസ് ഇങ്ങനെ ഹിറ്റായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡെയിലി സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരും. ആ റീൽസിൻ്റെ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമല്ല. എനിക്ക് റീൽസ് ഈ വെർട്ടിക്കൽ കണ്ടന്റ് പറഞ്ഞ സംഭവം തന്നെ ടു ബി ഫ്രാങ്ക് എനിക്കിഷ്ടമല്ല. ഷോർട്ട് ടേം ഇത് സംഭവം നമുക്കൊരു 5 സെക്കൻഡ് 10 സെക്കൻഡിൻ്റെ ഒരു ഡോപ്പമിൻ ഹൈന് വേണ്ടി മാത്രമാണ് റീൽ. അതാണ് റീലിൻ്റെ ഒരു പരിപാടിയാണ്, അൽഗോരിതം പരിപാടി വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ ബിസിനസ്സിലും ആ ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ക്ലയൻസ് വേണം. ഈ ക്ലയൻസ് കാണണമെങ്കിൽ റീലാണ് ഏറ്റവും നല്ല അടിപൊളി പരിപാടി. കാരണം റീൽ എല്ലാവരും കാണും. നമുക്ക് ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കാണാം. നമുക്ക് മേ ബി കേരളം, മേ ബി സൗത്ത് ഇന്ത്യ അങ്ങനെ മൊത്തത്തിൽ ആൾക്കാർ കാണുന്നൊരു സംഭവമാണ്. പക്ഷേ വേണം അത് എന്തായാലും. പക്ഷേ അത് കാരണമുള്ള കുറേ പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ റീൽ ഉണ്ടാക്കി ഒരു 4-5 റീൽ വേണം എന്ന് പറഞ്ഞു. ഈ 4-5 റീൽ അവർക്ക് ഓരോരോ സമയത്തിട്ട് എന്തോ എനിക്കത് അവർ ആ ഒരു സിനിമയിൽ സിനിമയിൽ ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഐ ഡോണ്ട് തിങ്ക് നമുക്കിങ്ങനെ ഒരു വൈറലാവണം, നമ്മളെക്കുറിച്ച് നാട്ടുകാർ കുറേ പേര് അറിയണം. എന്തുകൊണ്ട് ഈ ഒരു റീല് കണ്ടിട്ട് അവർ അടിപൊളിയാണെന്ന് പറയുന്ന സംഭവം എനിക്ക് എന്തോ കണക്റ്റ് ആവാത്തൊരു സംഭവമാണ്. ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കെന്തോ കണക്റ്റ് ആവാത്തൊരു കാര്യമാണ് റീൽസ് വെച്ചിട്ടുള്ള ആ ഒരു പരിപാടി. കാരണം അതുകൊണ്ടും ഞാനും അങ്ങനെ ഒരുപാട് മേ ബി ചില ഒരു സംഭവം ആ ഒരു സാധനം ഒരു റീലായിട്ട് മേ ബി ട്രാക്ക് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും തോന്നുമ്പോൾ അത് ചെയ്യും, അത് അപ്ലോഡ് ചെയ്യും, അങ്ങനെ വിടും. മേ ബി ക്ലയൻറ്റ് ചോദിക്കും, 1-2 ക്ലയൻ്റ് ആണല്ലോ പൈസ തരുന്നത്. സോ അവർ ചോദിക്കും, നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കും, ചെയ്ത് കൊടുക്കും. പക്ഷെ എൻ്റെ ഇത് പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. എനിക്കത് കണക്റ്റ് ആവാത്തൊരു സംഭവമാണ് ഇപ്പോഴും. കാരണം അത് ഈ ഒരു ടോപ്പിക്കിലല്ല, ബട്ട് സ്റ്റിൽ ടിക്ടോക്ക് പറഞ്ഞ സംഭവം പോയി. ടിക്ടോക്ക് ബാൻ ചെയ്ത് വന്നപ്പോൾ ഒരു സംഭവമാണ് റീൽ. ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി കുറേ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് റീല് അങ്ങനെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് ടിക്ടോക്ക് പറഞ്ഞാൽ അതിന് വേണ്ട ആൾക്കാരുണ്ടായിരുന്നു, അത് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. പക്ഷേ റീൽസ് പറഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും ഒരു സ്മാർട്ട് ഫോണുള്ള എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ഇൻസ്റ്റാഗ്രാം. അതിലുള്ള സംഭവമാണ് റീല്. എല്ലാവരും യൂസ് ചെയ്യാതിരിക്കും, അറിയാതെ പോകും. ഞാൻ തന്നെ അറിയാതെ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചില രാത്രികളൊക്കെ ഇങ്ങനെ 2 മണിക്കൂറൊക്കെ സ്ക്രോൾ ചെയ്ത് പോകും.
അത് സോഷ്യൽ മീഡിയേൻ്റെ ഒരു കോണായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളതിൻ്റെ വേറെ ഒരു വശം, നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്കുന്നല്ല, നമ്മളതിനൊരു ബിസിനസ് POV കാണുകയാണ്. കാരണം ഇപ്പം നമ്മൾ വെറും ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല, ഇപ്പം ഞാനായാലും പുള്ളിയാണെങ്കിലും നമ്മളതിനെ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല, നമ്മളതൊരു ഫോട്ടോഗ്രാഫി ടീം കൊണ്ട് നടക്കുന്നുണ്ട്, ഒരു ബ്രാൻഡ് ഉണ്ട്, അതിനൊരു ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അപ്പോഴേ പറഞ്ഞ പോലെ ബിസിനസ് വെറുതെ നടക്കില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമാണ് നമുക്കുള്ള പ്ലാറ്റ്ഫോം, അതൊരു ഫ്രീ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലേക്ക് വർക്ക് പോകണം. അത് വെറും ഈ പറഞ്ഞ പോലെ നമുക്കുള്ള ഫോളോവേഴ്സ് മാത്രമല്ല, അതിൻ്റെ വെളിയുള്ള സർക്കിളിലേക്കും കൂടുതൽ ഓഡിയൻസിലേക്ക് പോകാൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു എയ്ഡാണ് റീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മൾ പ്രൈമറിലി ചിന്തിക്കേണ്ടത്. മേ ബി അതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന ക്വാളിറ്റി എങ്ങനെ ഒരു നീഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഓഡിയൻസ് ബിൽഡ് ചെയ്യാം, അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ചെയ്യുമ്പോൾ അത് ആക്ച്വലി വലിയ കുഴപ്പമില്ല. കാരണം അതിൽ നിന്ന് വരുന്നതും അത്തരത്തിലുള്ള ക്ലയൻസ് മാത്രമാണ്. ഇപ്പം നമ്മൾ കുറേ ആൾക്കാരെ കാണാറുണ്ട്, തമിഴ്നാട്ടിലുള്ള കുറേ ഫോട്ടോഗ്രാഫി റീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ കണ്ട് ഇപ്പം എന്ത് പറഞ്ഞിട്ട് മുണ്ടായിട്ട് അവിടെ പോയി ഓഫീസറൊക്കെ പറയും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ വെച്ചെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ ഇയാൾ റാഡിസണിൽ പോയിട്ടൊന്നുമല്ല ഷൂട്ട് ചെയ്യുന്നത്. ഇയാളും ഈ പറയുന്ന പോലെ എന്താണോ അയാളുടെ റീലിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റിക്ക് ഒപ്പം ഒത്തുപോകുന്ന ഒരു ഓഡിയൻസ് മാത്രമാണ് പുള്ളിയുടെ ക്ലയൻറ്റ് സർക്കിളും വരുന്നത്. നമ്മൾ ഓൺ ദി അതർ ഹാൻഡ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല പ്രോപ്പർട്ടിയിലുള്ള ഒരു ഷൂട്ട് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പർ ക്വാളിറ്റിയിൽ, ഇപ്പോൾ ഷോർട്ട് വൈസ് ആണെങ്കിലും ആംഗിൾ വൈസ് ആണെങ്കിലും കളർ ആണെങ്കിലും നമ്മൾ പ്രോപ്പർ ഒരു കോൺസെപ്റ്റിലായിട്ട് ഒരു അണ്ടർ എ മിനിറ്റ് നമ്മൾ വളരെ ക്രിയേറ്റീവ്ലി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്നതും അതേപോലത്തെ വേണം വരുന്ന ആൾക്കാരാണ്. സോ ഇൻ റിട്ടേൺ ഐ തിങ്ക് ആ റീൽ നമുക്കൊരു ബൂണായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ അഗൈൻ നമുക്ക് വരുന്ന റിക്വയർമെൻറ്റിൽ ചേട്ടാ ഇങ്ങനത്തെ ഒരു ട്രെൻഡിൽ സാധനം വേണം എന്ന് പറഞ്ഞ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒന്നായിരുന്നു ഈ റീൽസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റെഫറൻസുകൾ കൊണ്ടുവന്നു. അപ്പോൾ ആ റെഫറൻസുകളിലൊക്കെ ഫോറിൻ ലാൻഡിൽ ഭയങ്കര മറ്റേ ഈ ബ്രൗൺ ഗ്രാസ് ലെൻസ് ഒക്കെ ആയിട്ട് അതിനിടയിൽ ഇങ്ങനെ മിനിമൽ സാധനങ്ങൾ വൈഡായിട്ട് ഭയങ്കര പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട്, ഇത് എവിടേക്കാണ്, ഇത് വെഡ്ഡിങ്ങിനാണ് പറഞ്ഞു. ഞാനും വിചാരിച്ചു അപ്പോൾ നാട്ടിലെവിടെ ഒരു ഓപ്പൺ സ്പേസിൽ ഭയങ്കര രസം. ഞാനപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എവിടെയാണ് നടക്കുന്നത് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു 1000-1500 പേരെ ഗസ്റ്റ് കൗണ്ടൊക്കെ ഉള്ള ഒരു ഇത്തിരിപ്പൊന്ന ചെറിയൊരു ഓഡിറ്റോറിയത്തിനകത്ത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് മനുഷ്യൻ നിന്ന് ശ്വാസമൊക്കെ സ്ഥലത്ത് അവിടെ ഈ മറ്റേ അന്റാർട്ടിക്കയിലും ഇത് അവർക്ക് അവർ റെഫറൻസ് അയച്ചിരിക്കുന്നത് ഇതാണ്. ഞാൻ ചോദിച്ചു ഇതിൽ അവർ ഇടുന്ന മൊത്തം മറ്റേ പേസ്റ്റൽ കളർ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്നു, മറ്റേ വൈറ്റ് ആൻഡ് ബ്രൗൺ കോംബോ ഒക്കെ ആയിട്ട്. നമ്മൾ നിങ്ങളുടെ കോസ്റ്റ്യൂം എന്താണ് വെഡിങ്? ഇപ്പോൾ മറ്റൊരു ചോപ്പ് മഞ്ഞയൊക്കെ ആയിട്ടൊരു സാരിയും പയ്യന് അതേമാതിരി ഒരു ബ്ലാക്ക് എന്തോ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആകെ മൊത്തം എനിക്കിത് പിക്ചറൈസ് ചെയ്ത് കിട്ടുന്നില്ല. ഇതാണ് ആൾക്കാർ. അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള സാധനം വരും. അപ്പം അത്തരം സിറ്റുവേഷൻസ് ഒഴികെ ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾസോ വെൽ അവെയർ വാട്ട് എക്സാക്ട്ലി ഡു വി വോണ്ട്. ഇവരുടെ ഫീൽഡിലുണ്ട്, അപ്പോൾ വി നോ വാട്ട് ദേ ക്യാൻ ഡെലിവർ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ അറ്റ്ലീസ്റ്റ് റീൽസ് വന്ന സമയത്തല്ല, ഇപ്പോൾ വന്ന് കുറച്ച് എല്ലാവരും യൂസ് ടു ആയതുകൊണ്ട് അപ്പോഴേ പറഞ്ഞ പോലെ ആൾക്കാർ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ റിക്വയർമെൻറ്റ്സിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു 10-20% ആൾക്കാരുണ്ട് അല്പം കണ്ണാപ്പിത്തരമൊക്കെ നോക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ടീമിനോട് കണ്ണാപ്പി ടീമിനോട് എനിക്കത് വലിയ പൊളിറ്റിക്കൽ കറൻസ് അതെ നല്ല സോക്സ് ആയിരുന്നു എൻ്റെ. താങ്ക്സ്. അടച്ചിരിക്കുക ഇങ്ങനെ പിന്നെ എനിക്ക് എനിക്കിപ്പോൾ വെഡ്ഡിങ്ങിൽ ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ട് ഞാൻ തുടക്കത്തിലൊക്കെ മറ്റേ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുക എഡിറ്റിങ് ആ സൈഡിലല്ലേ ഇരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി ഓർമ്മ വന്നു എഡിറ്റിംഗ്. അതായത് നമുക്കിത് കഴിഞ്ഞിട്ട് സംസാരിക്കാം, തുടങ്ങിയിട്ടില്ല നമുക്ക്. എൻ്റെ അടുത്തുള്ള അതേ ഡയലോഗില്ലേ പറഞ്ഞു ആലോചിച്ചിരിക്കണ്ടേ ഞാൻ എന്താ പറഞ്ഞത്. ഇതിൽ എനിക്ക് ഈ സൈഡിൽ നിന്ന് എനിക്കിപ്പോൾ ഇതിൻ്റെ ട്രിപ്പ് കിട്ടിയത് എവിടെയെന്നറിയോ? തുടക്കത്തിൽ ഇതേമാതിരി തന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ എനിക്ക് എക്സ്പെരിമെൻ്റ്, ഇപ്പം എൻ്റെ ആഗ്രഹം ഒരു ഫിലിം മേക്കർ ആവണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വെഡ്ഡിങ്ങിൽ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇതേ സാധനം എന്നെ അവിടെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ട്രാൻസിഷൻസ് ഉണ്ടല്ലോ. സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഷോർട്ട് ഫിലിം ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യണം, ട്രാൻസിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് ആൾക്കാർക്ക് ട്രിപ്പ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രീയിൽ അത് ഓൾറെഡി പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ വെഡ്ഡിങ്ങിൽ അങ്ങനെയല്ല. ഇത് അവരെന്താണോ ഷൂട്ട് ചെയ്തിട്ട് വരുന്നത്
പിന്നെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കടം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഷോട്ട്സ്, ഭീമൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഷോട്ട്സ് ആയിരിക്കും, ഇവൻ്റെ നവീനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, കുട്ടികൾ കൂടുതലായിരിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഞാൻ മൂടാണ് ഞാൻ ഉദ്ദേശിച്ചത്, മൂവ്മെന്റ് ഷോട്ട്സ്. അപ്പൊ അതിലൊക്കെ എനിക്ക് ആൾക്കാർക്ക് പിടിച്ചിരുത്തണമെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ വേണം, ട്രാൻസിഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കട്ടിങ്, സ്റ്റോറി ടെല്ലിങ്. എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി, ഈ ബൈറ്റ്സ് ഒക്കെ തമ്മിൽ ഇൻ്റർകട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഈ സാധനം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചെക്കനെയും പെണ്ണിനെയും അവർ പരസ്പരം അറിയണേക്കാളും കൂടുതൽ ഒരു എഡിറ്റർക്ക് അറിയാൻ പറ്റും. കാരണം മറ്റേ അവർ എന്ത് സംസാരിക്കണം, ബൈറ്റ് ക്യാമറ ഇത് മൈക്കും ഫുൾ ടൈം ഉണ്ടാവുമല്ലോ, അവരെന്തൊക്കെ സംസാരിക്കണം, ആരേനെ കാണുമ്പോൾ എന്തൊക്കെ പറയണം, മൂക്ക് എപ്പോഴൊക്കെ ചൊറിയുണ്ട്, മൂക്ക് തോണ്ടിയിട്ട് ചുരുട്ടി വരും, അതൊക്കെ നമ്മൾ കാണും. മറ്റേ ഈ കുട്ടീനെ നോക്കണം, ആ കുട്ടി ഈ ചെക്കനെ നോക്കണം, അതൊക്കെ നമ്മൾ കാണും. അങ്ങനെ കണ്ട് ഇവരെ ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയാൻ പറ്റും പല ആൾക്കാരേനെയും. അങ്ങനെ എനിക്ക് എന്താ പറയുക കിട്ടിയ ട്രിപ്പാണ്. ഞാൻ അന്ന് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ശരിക്കും എനിക്ക് കിട്ടിയ ട്രിപ്പാണ്. വഴിയിലൊരാൾ വരുന്നു, ഇത് ഞാൻ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല, പക്ഷെ എവിടെ നിന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. അത് ഞാൻ നോക്കിയിട്ട് കയ്യൊക്കെ കാണിക്കുന്നത്, മറ്റേ പുള്ളി കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഇങ്ങനെ തിരിയൊക്കെ ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്തോ ഓക്വേർഡായിട്ട് പുള്ളിക്ക് പോയി. കാരണം പരിചയമില്ലാത്ത വേറെ എന്ത് പൈസ ചോദിക്കാനാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, മറ്റേ കയറിയ ട്രൗസറൊക്കെ നിൽക്കണ്. അപ്പം അങ്ങനെ പോയി. അങ്ങനത്തെ പക്ഷെ അവർക്കറിയില്ല. പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ എഡിറ്റ് ചെയ്ത് എനിക്കവരെ ഭയങ്കരമായിട്ട് പരിചയമുണ്ട്. പക്ഷേ ഇവർക്ക് എന്നെ പരിചയമില്ല. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ഭയങ്കര കണ്ട് ഇഷ്ടമായിട്ട് ഇത് എഡിറ്റർ ആരാണ് എന്ന് ചോദിച്ചെന്ന് എക്സാമ്പിൾ ഇപ്പോൾ ചന്തപ്പനും ജോവും, ഇവർ രണ്ടുപേരും അങ്ങനെ ചോദിച്ചൊന്ന് ഞാൻ അപ്പം എൻ്റെ സ്റ്റോറീസ് കണ്ടിട്ട് എന്നെ കണ്ടറിയാം. അപ്പം ഞാൻ വെഡ്ഡിങ് എഡിറ്റ് ചെയ്തിട്ട് എനിക്കും അവരെ ഭയങ്കരമായിട്ട് പരിചയം. കാരണം എനിക്കും അവരെ ഭയങ്കര ഇഷ്ടമായി. കാരണം അവരുടെ വൈബ്, അവർ രണ്ടുപേരുടെയും ബൈറ്റ്സ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കണക്റ്റ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഞാനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് എഡിറ്റ് ചെയ്ത വെഡ്ഡിങ്ങാണത്, ജോയിൻറ്റ് ചന്തപ്പൻ്റെയും. അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. മീൻസ് എന്നെക്കുറിച്ച് അവർ സ്റ്റോറീസിൽ കൂടെ കാണുന്നുണ്ട്, എൻ്റെ സ്റ്റോറീസിലൂടെ കാര്യങ്ങളും ഞാനും ഇവരുടെ ഈ വെഡ്ഡിങ് എഡിറ്റ് ചെയ്ത് അവരേറ്റവും ക്ലോസ് ആയി. എന്നിട്ട് ഒരു പോയിന്റ് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോണ്ടല്ലോ, മറ്റേ നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചില്ലേ അതേമാതിരി ഫ്രണ്ട്സ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ, ഇവിടുന്ന് പാലക്കാട് നിന്ന് ഞാൻ ബാംഗ്ലൂർ പോയി. ഞാൻ അവിടെ എത്തി മടിവാളയിൽ മറ്റേ രാത്രി ഫുള്ള് ഓടിച്ചിട്ട് രാവിലെ മറ്റേ 7 മണിക്ക് ഇങ്ങനെ പോകട്ടോ, ഒരു ഞായറാഴ്ച. അപ്പം മടിവാളയിൽ ഇങ്ങനെ എത്തി, ഞാൻ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോണ്ട് അപ്പുറത്തും 2 ബൈക്ക് വരും. ഇവിടെ ഞാൻ എവിടെയോ ചന്തപ്പനും ചോദിക്കും. എൻ്റെ ബ്രെയിന് റിയലൈസ് ഒന്നാമത് ഉറങ്ങിയിട്ടില്ല, എങ്ങനെയെങ്കിലും റൂമിൽ ചെന്ന് ഉറങ്ങിയാൽ മതി എന്നാ. അത് അവർ രണ്ടുപേരും ഇങ്ങനെ പാസ് ചെയ്തു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവർ തന്നെ ഇങ്ങനെ നോക്കി പാസ് ചെയ്ത് അങ്ങനെ പോയി. ഞാൻ മുമ്പിൽ ചെന്ന് അങ്ങനെ നിർത്തി, അവർ അവിടെ ചുണ്ടായി നിർത്തി. മറ്റേ എന്നെ കണ്ടെന്നു, ചായ കുടിക്കാം. ചായൊന്നുമില്ല, ജോ നോക്കി ചായ കുടിക്കാം പോളോ പറഞ്ഞു. ഞാൻ വണ്ടി തിരിച്ചു. മറ്റേ നവീൻ്റെ ഏട്ടനും ചേച്ചി ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും പോയി. ഒരു ചായക്കടയിൽ കയറിയിട്ടില്ലേ, ഇവരങ്ങോട്ട് സംസാരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് മിണ്ടാതിരിക്കുന്നത്. അന്ന് ഞാനൊന്നും മിണ്ടിയിട്ടില്ല ആക്ച്വലി. ചന്തപ്പനും ജോയി ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ സംസാരിക്കുക, ചിരിക്കുക, സംസാരിക്കുക. ഞാൻ കുറേ നേരം ഇരുന്ന് ചിരിച്ചു. അവർ ചോദിക്കണതിന് ഉത്തരമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ ഉറക്കത്തിൻ്റെ കട്ട്. പിന്നെ എത്ര സ്പീഡാന്ന് പറയും, എന്നെക്കാളും സ്പീഡ്. ഞാൻ എന്നെക്കാളും സ്പീഡിൽ സംസാരിക്കാൻ ആദ്യമായിട്ട് രണ്ടുപേരെ കണ്ടിരിക്കും. അവരുടെ പ്രീ വെഡിങ് ഷൂട്ട് ചെയ്തിട്ട്, പ്രീ വെഡിങ് എന്താ വെച്ചാൽ അവരെ സംസാരമാണ് അവരുടെ മെയിൻ. അവരുടെ സംസാരമാണ് അവരുടെ കണക്ട് ചെയ്യുന്ന പോയിന്റ്. രണ്ടുപേർക്ക് മൈക്ക് കൊടുത്തു, എന്നിട്ട് കുറേ ഫ്രെയിമിന് കൊണ്ടെടുത്ത് എന്തെങ്കിലും സംസാരിക്കും. അവരുടെ സ്പേസ് തന്നെ, അവരുടെ വീട്ടിൽ തന്നെ കുറേ ആസ്തറ്റിക് ആയിട്ട് ഫ്രെയിംസുകളുണ്ട്, അവരുടെ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ സംസാരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് മറ്റേ ഇതൊക്കെ 10 മണിക്കൂർ നേരെ ഗൗട്ടി കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ. ഗൗട്ടി കൊടുത്തിട്ട് ഗൗട്ടിയാണെങ്കിൽ മറ്റേ നിർമ്മലയുടെ നിങ്ങൾ എന്തോ ഒരു പോഡ്കാസ്റ്റ് എടുത്ത് തന്നിരിക്കണമെന്ന് പറഞ്ഞു. കുറേ നല്ല സാധനം ചെയ്തു തന്നു. കുറേ കാര്യങ്ങളുണ്ട്, അവരുടെ കുറേ സംഭവങ്ങൾ. ആസ്തറ്റിക് അച്ചപ്പൻ എന്നൊരു പേര്, വെറുതെ അച്ചപ്പൻ താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ചന്തപ്പൻ ചോദിച്ചു എന്ത് അച്ചപ്പത്തിന് എന്തോ ആസ്തറ്റിക്കില്ല പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ പേരിട്ട് ആ സംഭവം വന്നത്. അങ്ങനത്തെ ആൾക്കാരാണ്. പേരാണ് ആ വീഡിയോയുടെ പേര്, ആ വീഡിയോയുടെ മൊത്തം അവരുടെ എല്ലാ കണ്ടന്റിനും ആ പേരിട്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ ആ സാധനം കണ്ടപ്പോൾ തന്നെ ചെയ്യുന്നത് വെച്ചാൽ വെറുതെ കഴിക്കുന്ന അച്ചപ്പൻ താഴെ പൊട്ടി. അപ്പോൾ ചന്തപ്പം ജോനോട് ചോദിച്ചാൽ അച്ചപ്പത്തിന് ഒരു ആസ്തറ്റിക് ഇല്ലെന്ന്. അപ്പം ജോര് ടെൻഷനായില്ലേ, അച്ചപ്പത്തിന് ആസ്തറ്റിക് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ആസ്തറ്റിക് അച്ചപ്പൻ പേരിട്ടത്. അത് നല്ല അടിപൊളി ഒരു ടീമാണ് അവർ. ഇതുപോലെ തന്നെ മറ്റേ നമ്മുടെ കണ്ണേട്ടുണ്ടല്ലോ, കണ്ണേട്ടൻ, അത് നമ്മൾ 3 ഇവരെ എഡിറ്റ് ചെയ്ത് ഞാൻ അടിച്ചത്. കണ്ണേട്ടൻ ഇതേപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുള്ളൊരു, അവരുടെ ഇപ്പം മറ്റേ ജോളി നമുക്ക് ഒരു ഇൻട്രോവേർട്ടായി എന്നെ എക്സ്ട്രോവേർട്ടായ കുറച്ച് ആൾക്ക് എക്സ്ട്രോവേർട്ട് ആക്കിയ കുറച്ച് ആൾക്കാരാണ് തോന്നുന്നത്. അവരൊക്കെ അവരെ സംസാരിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രോവേർട്ട് നല്ല രസമുണ്ടല്ലോ. ബട്ട് അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസുകളും ഈ പറഞ്ഞൊരു വെഡ്ഡിങ് ഫീൽഡ് വന്ന പിന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇപ്പം എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന്
എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന സംഭവം, ഞാനൊരു ക്ലയൻസ് വന്നു, ക്ലയൻറ്റിന് തുടങ്ങാം. അപ്പോൾ അവർ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ അയച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഡേറ്റ് അവൈലബിലിറ്റി എല്ലാം പറഞ്ഞു. അവസാനം ഫ്രീ ആണ്, ഞങ്ങൾ നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു. ഞങ്ങളൊരു 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വർക്കിനെ പറ്റിയുള്ള സംസാരം, ഡിസ്കഷൻസ്, പ്ലാനിങ്. നിങ്ങൾ ഡേറ്റിംഗ് ഒന്നും പോയില്ലല്ലോ? ഇതല്ല കട്ടു. ഞങ്ങൾ നേരിട്ട് കാണുന്നു, രണ്ടുപേരും വരുന്നു, ഞങ്ങൾ നേരിട്ട് കാണുന്നു. ഞങ്ങള് സംസാരിച്ചു, പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു, നമുക്ക് ഈ വെഡിങ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം ആസ് പെർ പ്ലാനൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാനും പോകുന്നു. രാവിലെ ഞാൻ അപ്പോൾ ഇതിൻ്റെ തലേത് റിസപ്ഷനൊക്കെ ഷൂട്ട് ചെയ്തു. മറ്റേ തമിഴ് സ്റ്റൈലിലൊക്കെയാണ് വെഡിങ് പോകുന്നത്. അപ്പോൾ റിസപ്ഷൻ ഷൂട്ട് ചെയ്യുന്നു, മുന്നേ വേറെ പാർട്ടീസ് പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെഡിങ്ങിന് രാവിലെ ഞാൻ പോകാൻ നേരത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ അമ്മ ഇറങ്ങുന്നു വീട്ടിൽ നിന്ന്. ചോദിച്ചു, നീ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് ഇന്ന ഭാഗത്താണ് കല്യാണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ എടുക്കുകയാണ്, എനിക്കും അതേ ഭാഗത്തിൽ കല്യാണം ഉണ്ട് പറഞ്ഞു. ഞാൻ സംഭവം ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ അധികം മൈൻഡിൽ നിന്നില്ല, ഇറങ്ങി ഞാൻ ഈ പറഞ്ഞ കല്യാണം മറ്റേ ആ സ്ഥലത്തേക്ക് എത്തി. ഞങ്ങൾ രാവിലെ ആസ് യൂഷ്വൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി മറ്റേ 3-4 ദിവസമായിട്ടുള്ള ഷൂട്ടിങ്ങും അതേപോലെ ഇത്രയും മാസത്തെ സംസാരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ റാപ്പും ഉണ്ട്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴാണ് ഞാൻ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു സൈഡ് ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരിക്കുന്ന സൈഡിൽ തന്നെ അതിലൊരു അറ്റ്ലീസ്റ്റ് 50% കൂടുതൽ ആൾക്കാർ മൊത്തം എൻ്റെ കുടുംബക്കാരും അതിൽ എൻ്റെ അമ്മ ഇരിക്കുന്നതിന് മുമ്പിൽ. അപ്പം ഞാനത് എന്താ മനസ്സിലാവാതെ ഞാൻ പോയി ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ ചോദിച്ചു, നീ എന്താ ഇവിടെ ചോദിച്ചു. അപ്പോൾ എൻ്റെ വർക്കാണ്, നിങ്ങളെന്താ ഇവിടെ ചോദിച്ചപ്പോൾ എപ്പോഴാണ് പറയേണ്ടത്, ഇത് നമ്മുടെ അച്ഛൻ്റെ ബന്ധുവാണ്, അങ്ങനെ ആരുടെ ക്ലോസ് റിലേറ്റീവുടെ മോളാണ് പറഞ്ഞു. അപ്പോൾ നിന്റെ കസിനാണ് ഇവർ. എങ്ങനെ ഇതൊക്കെയാണ്. ഞാനപ്പോൾ സ്റ്റേജിൽ കയറി ഞാൻ പറഞ്ഞു, അതെ നമ്മൾ കസിൻസാണ് പറഞ്ഞു. എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവർ കഥ മൊത്തം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ പണ്ട് കുടുംബത്തിൽ ഞാൻ എന്നിട്ട് പുറത്ത് ചെന്ന് ഞങ്ങൾ ഇവരെ കപ്പിൾ പോർട്രേറ്റും പരിപാടിയൊക്കെ എടുക്കുമ്പോൾ പതിവരെ നമ്മൾ മറ്റേ പേര് വിളിച്ചിട്ടും ഇതൊക്കെ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ മറ്റേ റിലേറ്റീവ്സ് ആണല്ലോ, കുടുംബക്കാരൊക്കെയാണ്, അച്ഛൻ്റെ ബന്ധുവൊക്കെയാണ്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പയ്യൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്യാനോ എന്തോ ഒരു പുസ്തകം. അപ്പം ഞാൻ പറഞ്ഞു, അതേ പെങ്ങളെ തൊടുമ്പോൾ നോക്കിയിട്ട് അളിയാ സോറി അളിയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ. ഇപ്പോഴും ഞങ്ങൾ മെസ്സേജ് വെക്കുമ്പോഴൊക്കെ എൻ്റെ ഇപ്പോൾ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ മെസ്സേജിൽ വരുമ്പോഴും അളിയോ ഹാപ്പി ബർത്ത്ഡേ അളിയോ ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മെസ്സേജ് മനസ്സിലായിടാ. 30 വയസ്സായിട്ടോ ഞാനായപ്പോ പടക്കം പിടിച്ചാണ് എന്റെ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ വെഡിങ് നിന്നും നമുക്ക് അത്യാവശ്യം കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതായത് ക്ലൈന്റ് ടേൺ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ അവര് പല ഘട്ടത്തിലും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുമുണ്ട്. അപ്പൊ ഇന്നും കഥകളിൽ അതുകൊണ്ട് അങ്ങനത്തെ ഉണ്ട്. ബട്ട് ഇതും ഇതാണ് കൂടുതൽ. അതെ അതെ ഈ എന്താ പറയുക, ക്ലൈന്റ് ഫ്രണ്ട്സ് ടേൺഡ് എനിമീസ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പല കാരണങ്ങളും മറ്റേ വെഡിങ് കൊളാവാനൊക്കെ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് അല്ല ഒരു ടിപ്പ് വേണമെങ്കിൽ, ഇപ്പം നമ്മുടെ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ആയി പോയാൽ എന്താ ചെയ്യുക, ഇത് വെഡിങ്ങിൻ്റെ ഒക്കെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് ഫിലിം ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പാറ്റൊക്കെ ചെയ്യാം. ഇത് ഒന്നും കൂടി തലി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും? പറയൂ. അല്ല നമ്മൾ മറ്റേ ആദ്യം ഇതിന് സൊല്യൂഷൻ ഉണ്ടോ തരണം. നമുക്കിപ്പോൾ പോയി ഒരു ഫയൽ പോയി, കാർഡ് കോപ്പി ചെയ്തില്ല, കാർഡ് ഡിലീറ്റ് ചെയ്തില്ല, ആരുടെയെങ്കിലും മിസ്റ്റേക്ക് കാരണം കാർഡ് കോപ്പി ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക്, ക്യാമറ മിസ്റ്റേക്ക് ഉണ്ടാവുന്ന കാര്യം കുറേ സോണിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. ഹാർഡ് ഡിസ്ക് അറിയാതെ അടിച്ചുപോയി കുറേ ഉണ്ട്. അപ്പോൾ അത് നോർമലാണ്, ടെക്നോളജി വള്ളിയാണ്. ടെക്നോളജി എന്നാലും ആ ഡിസ്കുകളൊക്കെ ഇപ്പോഴും സീനാണ്. അപ്പം ആദ്യം നേരെ ഒന്നും ചെയ്യാതെ അവിടെ വെക്കുക. നേരെ നമ്മുടെ തേങ്ങോട്ടേക്കാതൊക്കെ മറ്റേ നേരെ നമ്മുടെ ഏറ്റുമാനൂരിലൊരു ഒരു ഫാസ്റ്റ് ട്രാക്ക് അവിടെ പോയി കറങ്ങുക. അവിടെ പോയിട്ട് 3 പ്രാവശ്യം ചുറ്റിയ കറങ്ങിയ ചിലപ്പോൾ കിട്ടും. ഏറ്റുമാനൂർ മറ്റേ റെക്കോർഡ് സ്റ്റാർ ട്രാക്ക് പറഞ്ഞ റെക്കോർഡ് സാധനം വിജിമോൻ എന്ന് പറഞ്ഞ മച്ചാൻ്റെ ആളുടെ പ്രത്യേകത എന്താ വെച്ചാണ്ടല്ലോ, എനിക്ക് ഇതിൽ പരിചയപ്പെട്ട പ്രത്യേക ഒരു ക്യാരക്ടറാണ്. മറ്റേ ഇതിനെന്താ വെച്ചാൽ നമുക്ക് മറ്റേ ടെൻഷനിലായിരിക്കുമല്ലോ, നമ്മൾ മറ്റേ ഫയല് പോലെ ക്ലയൻസ് ഉണ്ടെന്ന് പറയാൻ പൈസ തിരിച്ചു കൊടുക്കണം. അവിടെ പോകുമ്പോൾ നമ്മളുടെ മറ്റേ ടെൻഷൻ അത്ര ഞാൻ വിചാരിച്ചോളൂ.
അപ്പൊ ആ ടെൻഷനിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ നമ്മളെ ഇത്രയും മറ്റേ കൂളാക്കാനുള്ള ഒരു വോയിസ് ഉള്ള ഇല്ല സാറേ, ഒരു കിട്ടും സാറേ. എന്ന് വെച്ചാൽ എസ് ഓർ നോ ആദ്യം അത് പറയും, കിട്ടുന്ന പറഞ്ഞാൽ പിന്നെ അയാളെ കോൺഫിഡൻസ് സമയം തരും. ഞങ്ങൾ സംസാരിച്ചിട്ട് മെല്ലെ ആ ഫയൽ അവിടെ പോയിട്ടുണ്ട്, ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇത് അവിടുത്തെ ഒരു ഫയൽ ഇവിടെ എത്തി, അതിൻ്റെ ഒരു ഹാർഡ്വെയർ ഇവിടെ എത്തി, നമുക്ക് സാധനം റെഡി ആക്കി തരാം, ഇതിന് എത്ര ദിവസം എടുക്കും. അങ്ങനെ നമ്മൾ ഫയൽ കിട്ടുന്ന ഒരു കൺഫർമേഷൻ കിട്ടും. ഒപ്പം നമ്മളെ സമാധാനപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളൊക്കെ അയാൾ എത്ര 1 ലക്ഷം രൂപ വെച്ചാൽ കൊടുക്കാൻ തോന്നും. കുറെ കൊടുത്തിട്ട് പട്ടം കാണുന്നുണ്ട്, അമുക്കരുത്. അപ്പൊ അകത്തൊരു പ്രത്യേക ഒരു 1 ലക്ഷം ചോദിക്കാം, പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഇപ്പോഴും നമുക്ക് മറ്റേ 2 സോഫ്റ്റ്വെയർ വന്നു, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുണ്ടല്ലോ കയ്യിൽ ആവശ്യം വരും. ലൈക്ക് അത് ലൈക്ക് സമയം കിട്ടില്ല ബാക്കിയുള്ളവരെ വർക്ക് എടുക്കാൻ. ഇതാ ലാഭം. പക്ഷെ കുറെ പേർക്ക് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആൾക്കാർ ഇങ്ങനെ പറയും, മറ്റേ ഫയലിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വഴിയുടെ നേരെ ഈ നമ്പർ അയച്ചു കൊടുക്കും. കുറെ പേര് നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ട്. കുറെ നമ്മുടെ മറ്റേ ഒരു എനിക്ക് തോന്നുന്നു മറ്റേ ഷോർട്ട് ഫിലിമിന്റെ മറ്റേ ഗൗട്ട് ടീം ഐക്കാരണം ചെയ്ത മറ്റേ പാഞ്ഞിന്റെ SST ഇഷ്യൂ ഉണ്ടായി. ഇവര് മറ്റേ ടെൻഷൻ അവിടെ പോയിട്ട് കൊടുത്തു, 2500 രൂപ പറഞ്ഞു, സാധനം സെറ്റ് ഫയൽസ്. കാരണം SST ഫയൽസ് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ഡിസ്ക് ഉള്ളിൽ ചെറിയ മറ്റേ പിന്നും കാര്യങ്ങളൊക്കെയാണ്. SST ചിപ്പാണ്. ഈ ചിപ്പ് അടിച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതൊന്ന് റിട്രീവ് ചെയ്യാൻ കാര്യമൊന്നും പറ്റില്ല. ഇതൊക്കെ പഠിച്ചാട്ടോ അവിടെ നിന്ന് വിജിമോനായിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇനി തെറ്റിക്കുക തറ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല, ചുരുങ്ങിയ 5 ലക്ഷം രൂപ വഴിക്ക് പൊട്ടിച്ചോണ്ട് നല്ല ബന്ധം. എനിക്കേറ്റ ഹാർഡ് ഡിസ്ക് പറ്റില്ല. ആൾക്ക് മറ്റേ എന്തായിരുന്നു റാൻസം അറ്റാക്ക്. എന്താണ് അത് നല്ല രസമുള്ള പരിപാടിയല്ലേ, കിട്ടിയിട്ടില്ലത്. അയ്യോ, ഫയൽ മിസ്റ്റേക്കിനെക്കാളും പൊളിയത്. 3 പേരാണ്. കോവിഡ് സമയത്ത് ഞാൻ എല്ലാവർക്കും മറ്റേ എന്തെങ്കിലുമൊക്കെ ചെറുകിട പരിപാടി ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് വെറുതെ അപ്പോഴത്തെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ട്യൂട്ടോറിയൽ എങ്ങനെ മറ്റേ സ്പ്ലിറ്റ് സ്ക്രീൻ പരിപാടിക്കല്ലേ, അതിന് വേണ്ടി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയതാണ്. ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. ഡൗൺലോഡിങ് ആവുന്നതിനിടയിൽ തന്നെ കുറേ ഈ ഡയലോഗ് ബോക്സ് വന്നു. അപ്പോൾ ഈ ക്ലിക്ക് ഓക്കെ കാണിക്കും. ഞാൻ എന്തിനാ ഇപ്പോൾ ഓക്കെ ക്യാൻസൽ ഇത് പോകുന്നില്ല ഭണ്ഡാരം. സാർ പോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുത്ത് ഇതങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഡൗൺലോഡിങ് ചെയ്തിട്ട് ലാപ്പ് അടിച്ച് ഞാൻ മിണ്ടാതെ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് ഈ ലാപ്പ് അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ സ്ക്രീനിലെ എല്ലാ ഐക്കൺസും വൈറ്റായി കിടക്കുന്നുണ്ട്. ഞാൻ ഓരോ ഫോൾഡർ തുറക്കുമ്പോഴും അതിനകത്ത് വേറൊരു ഫോൾഡർ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനൊന്നും ശരിയാക്കട്ടെ. അതിനകത്തൊരു അപ്പോ അതിനകത്ത് നോട്ട് ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ ഫയൽസും ഞങ്ങളിവിടെ മൊത്തം മറ്റേ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ 16 ഡിജിറ്റ് പാസ്കോഡ് വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ പാസ് കീ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ പോയിട്ട് മറ്റേ ഡാർക്ക് വെബ് സാധനമൊക്കെയാണ് അതിനകത്ത് ചെന്നിട്ട് ബിറ്റ് കോയിൻസിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് $980 അങ്ങനെ എന്തോ ബിറ്റ് കോയിനിലാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പാസ് കീ അയച്ചാലൊക്കെ പറയും. അപ്പം നമുക്കിത് ഉറപ്പൊന്നുമില്ല ആർക്കാ എന്താ പോകണമെന്നില്ല, ഇതിന് വേറെ അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ തലയൊക്കെ പുണ്ണായിട്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ആ സമയത്ത് ഒരു വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു. അതായത് എൻ്റെ ഫോട്ടോ സോർട്ടിങ് കളറിങ് എല്ലാം കഴിഞ്ഞു, വീഡിയോസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. അത് ഞാൻ നാളെ ചെയ്യാനിരിക്കുകയായിരുന്നു. ഇന്നാണിത് വരുന്നത്. എനിക്ക് ഈ ഫോട്ടോസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇനി കിട്ടാനുള്ളത് അന്ന് 15,000 രൂപയോ 15,000-20,000 ഒന്നാണ് കിട്ടാനുള്ളത്. അപ്പോൾ അത് കിട്ടും വേണം, അത് വലിയൊരു ആവശ്യമാണ്. ബാക്കി ഇനി കിട്ടാനുള്ള അത്രയാണ് നിൽക്കുന്നത്. അപ്പോൾ അന്നും ഇപ്പം വളരെ ചെറിയ ബഡ്ജറ്റിലെടുത്തൊരു വർക്കൊക്കെയാണ്, അത്രയും ബാക്കി കിട്ടാനേ ഉള്ളൂ. അപ്പം ഞാനിതാകെ ഇത് പൈസ കിട്ടുന്നത് പിന്നത്തെ കാര്യമാണ്, ഇത് കൊടുക്കണ്ടേ, ഈ ഫയൽസ് ഇല്ല കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ടെൻഷൻ ഇരുന്നപ്പോൾ ഇതേപോലെ ഞാൻ പല വഴിക്ക് അന്വേഷിച്ച് ഞാൻ കുറേ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചു. അന്ന് മറ്റേ കോവിഡ് സമയത്ത് മറ്റൊരു ആപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും കൂടെ, ക്ലൗഡ് എന്തായിരുന്നു, ക്ലബ് ഹൗസ് എന്നൊക്കെ നോക്കിയപ്പോൾ ഇതേപോലെ പറഞ്ഞു ഒരു രക്ഷയില്ല, അത് എവിടെയും കിട്ടില്ല, പോയതാണ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വിജിമോൻ ചേട്ടൻ നമ്പർ കിട്ടിയത്. ഞാൻ ഇവിടുന്ന് ATM നോക്കി, ശിവക്ഷേത്രമല്ല, നേരെ പുള്ളിയടുത്തേക്ക് നേരെ പുള്ളിയെ കണ്ടു. പുള്ളി പറഞ്ഞു നോക്കാം സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കുറേ ആൾക്കാർ സാധനം പോയതൊക്കെ പറഞ്ഞു. അവസാനം പുള്ളി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ഫോട്ടോ മാത്രം പുള്ളി ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അയച്ചു തന്നു. ഇത് നിങ്ങളുടെ കയ്യിലുള്ളതായിരുന്നു. അതേ സാധനം ഉണ്ട്, ബാക്കി എവിടെ? ബാക്കി ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ എൻ്റെ പോക്ക് വരവും ഞാൻ അതിന് മേടിച്ച ഹാർഡ് ഡിസ്കും റിക്കവറിക്കുള്ള വേറെ ഹാർഡ് ഡിസ്കും
ഇതിൻ്റെ സോഫ്റ്റ്വെയർ ചാർജ്, ഇതിൻ്റെ ഡീക്രിപ്ഷനിൽ ടൂള് വരുന്നത് US ബേസ്ഡ് ചെയ്തൊരു കമ്പനിയോടൊപ്പം ടൈപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെയാണ്. എല്ലാം കൂടെ ഞാനൊരു 1,10,10,000 രൂപയോളം ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കി, എൻ്റെ എല്ലാം കൂടി ചേർത്തിട്ട്. അത് ചെയ്ത് ഒരു 2-3 ആഴ്ചക്കകം എനിക്ക് റിക്കവർ ചെയ്ത ഫയൽസ് കിട്ടി. എന്നിട്ട് ഇത് കൊടുത്തിട്ട് ഞാൻ 15,000 രൂപ അവരെ നിന്ന് മേടിച്ചു. 3 കോടി കെട്ടാൻ പക്ഷെ ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ റിക്കവറിന്റെ പരിപാടി മൊത്തം കണ്ടു. നമുക്ക് മറ്റേ അവര് തിരിച്ചറിയ ഫണ്ടല്ലോ നമുക്ക് അവര് നമുക്ക് ആ ഫോട്ടോസ് പോകുമ്പോൾ തന്നെ അവർക്ക് മറ്റേ ജീവിതത്തില് അവരുടെ വെഡിങ്ങിന്റെ മെമ്മറീസ് പിന്നെ ഉള്ളത് മറ്റേ ഷെയ്ക്ക് ക്യാമറകൾ കുറെ ഫോണിൽ ഫോട്ടോ എടുത്ത് അമ്മമാരുടെയും അവർക്ക് നമുക്ക് കുറച്ച് എടുത്തണം. മറ്റേ ഷെയ്ക്ക് ക്യാമറകളും മറ്റേ ഫോണിലൊക്കെ എടുത്ത് ഫോട്ടോ. നിങ്ങൾ അങ്ങനെ പരിപാടി ചെയ്തിട്ടില്ല പണ്ട്? എന്ത് അല്ല മറ്റേ വേണ്ട, അത് വേണ്ട. അല്ല ഇതൊരു മറ്റേ ഇത് കൊറോണ സമയത്ത് വൈറസ് കയറിയതാണ്. സ്ക്രീൻ റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചാൽ വരുമാനം വെഡിങ് ഒന്നും ഇല്ലല്ലോ. ജപ്പാനിലെ മറ്റേ ബ്ലറസാണ് ഇറങ്ങിയിട്ടില്ലല്ലോ. നമുക്ക് അതിലേക്ക് വരാം. അതെ, അപ്പൊ ബിജിമോനായിട്ട് സ്റ്റാർ ട്രാക്ക് നമ്പർ 1 താഴെ ഇതുകൂടെ പോയി പറഞ്ഞതല്ല. ഇത് ഭയങ്കര വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ഒരു ദൈവമാണ് പുള്ളി. അതെ, ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇതെടുക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ കാണണം എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് കുറേ ഇങ്ങനത്തെ ഫയൽ മിസ്സിങ് അത് ഫോട്ടോഗ്രാഫേഴ്സിന് എന്ത് ഫയൽ മിസ്സിങ് ആണെങ്കിലും അതൊരു കുറേ ചാൻസ് ഉണ്ട്. ഇത് കിട്ടാനും കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ആ കിട്ടുന്ന ചാൻസ് എന്തായാലും കിട്ടുന്ന ഉറപ്പാണെങ്കിൽ 100% അവരെന്തായാലും എടുത്തു തരും. പൈസ ചിലവാകും, ബട്ട് പൈസ ചിലവാകുന്നൊരു കാര്യം. കാരണം അങ്ങനത്തെ കുറെ കാര്യം ഇത് പുറത്തുനിന്ന് കൊണ്ടുവരണം. ഇതിന്റെ ഹാർഡ് ഡ്രൈവിന്റെ ഒരു വേറെ സംഭവം വേറെ. പിന്നെ എനിക്ക് തോന്നുന്നു പൈസ ഇതിലൊരു വിഷയമല്ല. കാരണം വിഷയമല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കുറെ കൊല്ലം കഴിഞ്ഞാൽ പൈസ കിട്ടുമായിരിക്കും. പക്ഷെ അപ്പൊ ഈ സാധനം തിരിച്ചു കിട്ടണം. അതെ, മെമ്മറീസ് ആണ്. ഉണ്ട്. 2 ആർട്ടിസ്റ്റുകളുടെ ഉണ്ട്. വർക്കിന്റെ അല്ല, പക്ഷെ പേഴ്സണൽ കുറെ ആർട്ടിസ്റ്റുകളോടെ വെക്കുന്നുണ്ട്. അല്ലേ, ചോദിക്കണ്ട. പഴയ കളക്ഷനൊക്കെ ഈ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണത്? കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പല പല സാധനങ്ങൾ അതിൽ എനിക്ക് തോന്നിയ സാധാരണ ഫാഷൻ ഫാഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി പാഷൻ ആണ്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് അതെങ്ങനെയുണ്ട്? ഞാൻ വെറുതെ അല്ല റാപ്പർ ചെയ്ത് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇറങ്ങും ട്രാക്കുകൾ നമ്മൾ വിഷയത്തിൽ. അതേമാതിരി തന്നെ നിങ്ങൾക്ക് മറ്റേ എന്താ പറയാ ഓട്ടോമോട്ടീവ് സാധനങ്ങൾ. അതെ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടി വെച്ച് വല്ലതും പറയും വിചാരിച്ചു. ഇല്ല, വണ്ടി പ്രാസം പിടിക്കാന് അത് വേണ്ട. അപ്പൊ ഓട്ടോമോട്ടീവ് അതൊക്കെയാണല്ലോ. അപ്പൊ അതല്ലാതെയും ബാക്കി പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ വെഡിങ് ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ അതിലൊരു സോഫ്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്താണെങ്കിലും എടുക്കുമ്പോൾ നോർമൽ വെഡിങ്ങുകൾ എനിക്ക് സാധാ ചടങ്ങുകൾ മാത്രം ചെയ്തു പോകണം. വെഡിങ്ങുകൾ എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് ബോർഡിങ് ഞാൻ മടിയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അവരുടെ കോൺവെർസേഷൻസ് അവരിപ്പോ ജോചന്ദ്രനെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ല, അതേമാതിരി കുറെ സാധനങ്ങൾ. ഇപ്പൊ എനിക്ക് തുടക്കത്തിലൊക്കെ എനിക്ക് നിങ്ങളിൽ ഓർമ്മ സാൻഡ്ര എന്ന് പറഞ്ഞ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ എനിക്ക് അവരുടെ വെഡിങ് ഭയങ്കര വർക്ക് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഓക്കെ എനിക്ക് അത് ചെയ്യാം. ബാക്കിയുള്ളത് എനിക്ക് അങ്ങനെ താല്പര്യം, ഞാൻ മടിയനാണ്. അപ്പം എന്നെ ഡ്രൈവ് ചെയ്യുന്ന എന്തെങ്കിലും വേണം. അപ്പം അതേപോലെ എന്നല്ല, അത് വേറെ ഏതൊരു ടോപ്പിക്കാണ്. പക്ഷെ അപ്പം എങ്ങനെ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യണം. നമുക്കിപ്പോൾ എന്തായാലും ഒരു സംഭവം തന്നെ കുറേ കാലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഹ്യൂമൻലി ഒരു ഇതാണ്, നമുക്ക് ബോറടിക്കും. അതിനൊരു സാച്ചുറേഷൻ ഉണ്ടാവും. നമുക്ക് ടെംപ്ലേറ്റ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഓരോ സംഭവം എന്തെങ്കിലും യൂണീക്കായി ചെയ്യാൻ നോക്കുകയാണെങ്കിലും വെഡിങ്ങിൽ നമുക്ക് ആ ഒരു ഡ്രൈവ് വേണം. നമ്മളിലേക്ക് ആ ഒരു ഒറിജിനൽ ഡ്രൈവ് ഉണ്ട്. നമ്മളൊരു ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുത്തപ്പോൾ കിട്ടിയ സംഭവം, ആ ഡ്രൈവ് എപ്പോഴും വേണം. അതെപ്പോഴും കിട്ടില്ല. അത് നമുക്ക് ക്യാമറ ചിലപ്പോൾ കിട്ടില്ല. അത് മേ ബി എനിക്ക് തോന്നിയത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഇടയ്ക്കൊന്ന് മാറ്റുക. എന്ന് വെച്ചാൽ എനിക്ക് അതിലാണ് ഞാൻ പൈസ ചിലവായാലും ഒരു ഡ്രോൺ എടുത്തു എന്ന് വെച്ചാൽ അത് വെഡിങ്ങിന് യൂസ് ചെയ്യണം. പക്ഷേ ആ ഒരു പേഴ്സ്പെക്റ്റീവ് പണ്ട് തൊട്ട് നമ്മളിങ്ങനെ നവനീത് ഉണ്ണികൃഷ്ണൻ്റെ അവരുടെ കണ്ടന്റ് കാണുമ്പോൾ ഡ്രോൺ ഷോട്ട് ആ മോളിൽ നിന്നുള്ള ആ ഒരു തേർഡ് പേഴ്സൺ ഗോഡ്സ് ഐ ആ പേഴ്സ്പെക്റ്റീവ് കാണുമ്പോൾ ഒരു ട്രിപ്പായിരുന്നു. അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് നോക്കിയിട്ട് അപ്പം നമുക്ക് അതിൽ കുറച്ച് ഫ്രെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൽ കമ്പോസ് ചെയ്യുന്ന സ്റ്റോറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. അതുപോലെ ഫിലിം ക്യാമറ എടുത്ത കാര്യം എന്ന് വെച്ചാൽ ആ പഴയൊരു സംഭവം അത് തിരിച്ചു വന്നു. ഫിലിം ഫോട്ടോഗ്രാഫി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കും. കാരണം കൊടയൊക്കെ അവരുടെ ഫിലിം പ്രൊഡക്ഷൻ തിരിച്ച് തുടങ്ങി. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറേ ഫിലിം ക്യാമറാസ് പഴയത് നമുക്ക് കിട്ടും, അവൈലബിൾ ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ.
പ്രോപ്പർലി നോക്കി സാധനങ്ങൾ കിട്ടും. അപ്പം അങ്ങനെ കുറേ ഡ്രൈവ് ഇടയ്ക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് കുറച്ച് മാറ്റാനും, നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, നമുക്കൊരു ഡിജിറ്റൽ മിറർലെസ്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധിയല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസിന് പരിധി ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ഒരു മേ ബി ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്തെങ്കിലും എത്തുമായിരിക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ വെഡിങ്ങിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഫാഷൻ, ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഫാഷനെ കേട്ടും എനിക്ക് ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു ഫിലിമോഫൈൽ അല്ല, ബട്ട് എനിക്ക് സിനിമേൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും അതിലത്തെ ആ ഒരു ഹൈസും ലോസും എല്ലാ സിനിമകൾ കാണുന്നൊരു ഭയങ്കര താല്പര്യമുള്ള ആളാണ്. നല്ല സിനിമകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതും എനിക്കിതിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെഡ്ഡിങ്ങിൽ എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം എനിക്ക് അത് രണ്ട് മിക്സ് ചെയ്യണം എന്നൊരു സംഭവമുണ്ട്. കാരണം വെഡ്ഡിങ് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ബേസിക്കലി കുറേ വിഷ്വൽസ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, ഒരു കെയോസാണ് ബേസിക്കലി വെഡ്ഡിങ്. ചില വെഡ്ഡിങ്സ് ഇത്തിരി സ്മൂത്ത് ആയിരിക്കും, ബട്ട് നമുക്ക് ആ സ്റ്റോറി ടെല്ലിങ്, ആ ഫിലിമിലുള്ള കുറച്ച് ന്യൂആൻസസും കാര്യങ്ങളും എന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൽ ഇപ്പം ഞാൻ അത് കാരണം ഞാൻ കുറച്ച് കളറിങ് പഠിച്ചു. വേറെ ഷോർട്ട് ഫിലിം കാര്യങ്ങൾ കളർ ചെയ്യുന്നുണ്ട്, അത് വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യുന്നു. അതും ആക്ച്വലി ആ ഒരു സിനിമ എന്നൊരു സംഭവം കൊണ്ട്, കാരണം കളേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അത് റോ എടുത്താലും അത് നമ്മൾ നാച്ചുറലായി കാണിക്കില്ലെങ്കിലും അതിൻ്റെ മേ ബി വേറെ കുറേ വേർഷൻസ് നമ്മൾ ആ ടൈം ഓഫ് ഷൂട്ട് ചെയ്ത സമയം മാറ്റിയിട്ടുള്ള പരിപാടികളൊക്കെ കളറിങ്ങിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്കത് തന്നെ. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഈ ഇപ്പോൾ ഫാഷനായാലും എനിക്ക് ആ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ സംഭവങ്ങൾ ഒപ്പം ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി നമ്മൾ മാറ്റി വയ്ക്കാൻ പാടില്ല. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എവിടെ, ബാക്കിയെല്ലാം എവിടെ, ഇതെല്ലാം ബേസിക്കലി ആർട്ട് എന്നൊരു സംഭവത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഇത് കുറച്ച് എഴുതുന്നതിലേക്ക് എടുക്കണം, ഇതിൽ നിന്ന് വെഡ്ഡിങ് കുറച്ച് അതിലേക്ക് എടുക്കണം. എനിക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കുറേ സിനിമാറ്റോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ അവർ പഠിച്ചതും ഈ വെഡ്ഡിങ് എടുക്കുമ്പോഴുള്ള ഓരോ ലൈറ്റിങ്ങും കാര്യങ്ങളും കണ്ടിട്ടാണ് അവർക്ക് മേ ബി അവർ സിനിമയിൽ അത് അസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറെ വർക്ക് ചെയ്യുമ്പോഴും ആ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവരും പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ഒരു സംഭവമാണ്. സിനിമയും വെഡ്ഡിങ്ങും ഫാഷൻ എഡിറ്റോറിയൽ എല്ലാ സംഭവങ്ങളും അതും എല്ലാം അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല നമുക്കിതൊരു മടുക്കും എന്നൊരു സ്ഥലത്തേക്ക് എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ ഒരു ലേണിംഗ് പ്രോസസ് അതിന് ഇതിലേക്ക് എടുക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇങ്ങോട്ടാണ്, അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫോട്ടോ അല്ല, ചോദ്യം രസമുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ അപ്പോഴേ പറയുന്നൊരു വാക്കെടുത്താൽ മതി, പേഴ്സ്പെക്റ്റീവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫി ഒരു സിമ്പിൾ ഒരു ജോണർ അല്ല, അല്ലെങ്കിൽ അത് ഇൻ ഇറ്റ് സെൽഫ് അതിൽ കുറേ ജോണേഴ്സിൻ്റെ മിക്സാണ് ഫോട്ടോഗ്രാഫി. ഇപ്പോൾ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ റീലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ജോണറാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ്, മറ്റേ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. ഈ സൗണ്ട് അവിടെ അപ്പോൾ അതിനകത്ത് ലാൻഡ്സ്കേപ്പ് വരുന്നുണ്ട്, ഫുഡ് വരുന്നുണ്ട്, ഫാഷൻ വരുന്നുണ്ട്, ഓട്ടോമോട്ടീവ്, ആർക്കിടെക്ചർ, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ ഇഷ്ടംപോലെ കിടക്കുകയാണ്. അഡ്വർടൈസിങ്, അങ്ങനെ പലതും കിടക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഓട്ടോമോട്ടീവാണ്. ഓട്ടോമോട്ടീവ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടുന്ന ഈ പറഞ്ഞ പോലെ പോർട്രേറ്റ്സ് എടുക്കുക, ഫാഷൻ പോർട്രേറ്റ്സ്, ലാൻഡ്സ്കേപ്പുകൾ, അതേപോലെ ആർക്കിടെക്ചർ, ഫുഡ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ജോണറും കൂടി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതൊന്നും എല്ലാത്തിനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ജോണേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ജോണേഴ്സും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് കിട്ടുന്ന കുറേ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ബിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓട്ടോമോട്ടീവ് ഷൂട്ട് നമ്മൾ പോകുമ്പോൾ ഒരു കാർ ഷൂട്ട് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഒരു സെഡാൻ ആണെങ്കിലും SUV ആണെങ്കിലും അതിനെല്ലാം ഓരോ വ്യൂ പോയിന്റുകളുണ്ട്. ഒരു നീ ലെവൽ ഷൂട്ട് ചെയ്യുക, ഐ ലെവൽ ഷൂട്ട് ചെയ്യുക, അതൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം അറിയുന്നത്. അങ്ങനെ ഓരോ ഷോട്ടുകൾ പോകുന്നുണ്ട്. ഫുഡ് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഫുഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ 45 ഡിഗ്രി ഇൻക്ലൈനിലൊക്കെയാണ് നമ്മൾ നോർമലി അതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യൂവിലാണ് ഫുഡ് കാണുന്നത്. സിമിലർലി ആർക്കിടെക്ചർ കാണുമ്പോഴും സിംഗിൾ പോയിന്റ് വ്യൂ, മറ്റേ ലീഡിങ് ലൈൻസ്, അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ ഇതെല്ലാം ഓരോ അതിൻ്റെ പ്രിൻസിപ്പിൾസാണ്. ഇതെല്ലാം നമുക്ക് വെഡ്ഡിങ്ങിലേക്കും കൊണ്ടുവരാൻ പറ്റും. കാരണം വെഡ്ഡിങ്ങിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സ്റ്റേജ് ഡെക്കോറേഷൻ അല്ലെങ്കിൽ ആ സ്റ്റേജ് ഡെക്കോർ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ വെച്ചുകൊണ്ട് സിമെട്രി ഫ്രെയിമിംഗ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ ഇവരെ ജ്വല്ലറി വെച്ച് ഫ്രെയിം ചെയ്യുന്നുണ്ട്. അത് സിമ്പിളി വെക്കുന്നില്ല, നമ്മൾ അതിനും അതിൻ്റെതായ എസ്തെറ്റിക്സ് എല്ലാം കൊടുത്തിട്ട് അതിനൊരു പെർട്ടിക്കുലർ ആംഗിൾ കൊടുത്ത് അത് മിക്കപ്പോഴും ഈ 45 ഡിഗ്രി ആംഗിൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് ഓൾറെഡി നമ്മൾ അവിടെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മസിൽ മെമ്മറി നിൽക്കുന്നുണ്ട്. ഈ ആംഗിളാകുമ്പോൾ കറക്റ്റ് എനിക്ക് ആ പ്രൊഡക്റ്റ് കാണും. ആൻഡ് ഒബ്വിയസ്ലി ലൈറ്റിംഗ് ഒരു കീ റോളാണ്. ഓട്ടോമോട്ടീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് ലൈറ്റിംഗ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവും, പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൈഡ് ലൈറ്റിംഗ് ചെയ്യും, പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കീയും ഫില്ലും കൊടുക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്.
ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി മസിൽ മെമ്മറി കിടക്കുന്നുണ്ട്. ഫോളോഡ് ബൈ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈറ്റ്, അതായത് സൺ, നാച്ചുറൽ ലൈറ്റ്, വിൻഡോന്ന് വരുന്ന ലൈറ്റിനെ ഫോളോ ഓഫ് എങ്ങനെയാണ്, ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ബേസിക്കലി ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ അറിയാതെ തന്നെ നമ്മളത് പഠിക്കും. നമ്മളിത് ഓട്ടോമാറ്റിക് കണ്ട് ഇപ്പം ഞാനാണെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ആ ഫോട്ടോ കണ്ട് ആസ്വദിച്ച് പോകാറില്ല. ആ ഫോട്ടോയിൽ ആ ഫോട്ടോഗ്രാഫർ എന്ത് കണ്ടു, എങ്ങനെ ആ ഫോട്ടോ ഉണ്ടായി, അതിലെ ലൈറ്റ് ഫോൾ എന്താണ്, അതിലെ എന്ത് ഡെപ്ത് എങ്ങനെ കൊണ്ടുവന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടും നമ്മൾ കുറേ പഠിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. കുറേയൊക്കെ നമ്മൾ കണ്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കയറ്റി നമ്മളത് പ്രാക്ടിക്കാലിറ്റിയിൽ കൊണ്ടുവരുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെഡ്ഡിങ്ങിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ആക്ച്വലി ഭയങ്കര രസമാണ്. ഇപ്പോൾ ഒരു കാറിൽ എൻട്രി ആയിരിക്കാം, ഒരു ബ്രൈഡ് കാറിൽ ഒന്ന് എൻട്രി ചെയ്ത് ഇറങ്ങുന്നു. നമ്മൾ ഈ ഓട്ടോമോട്ടീവ് ചെയ്തുകൊണ്ട് തന്നെ സെഡാനിൽ വന്ന് ഇറങ്ങുന്നു, SUV യിൽ ഇറങ്ങുമ്പോൾ ഇത് നമുക്കൊരു മനസ്സിലുണ്ടാവും. ഈ കാർ ആയതുകൊണ്ട് ഇന്നർ ആംഗിളിൽ വെച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ഇത് അവിടെ ഹെൽപ്പ് ആവുന്നു. ആ പെൺകുട്ടി നമ്മളെ ക്യാമറയിൽ നോക്കി നിൽക്കുകയാണ്, നമുക്ക് അവരെ ബോഡി ടൈപ്പ് എല്ലാം കാണുമ്പോൾ നമ്മൾ ലെൻസ് റേഞ്ച് ഫിക്സ് ചെയ്യുന്നു. ഫാഷൻ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രോപ്പർ ആംഗിൾ, ആ ലൈറ്റിൻ്റെ ഫോളോ ഓഫ് എങ്ങനെയാണ് കിട്ടുന്നു. അവർ ജ്വല്ലറി എടുക്കാൻ പോകുമ്പോൾ കട്ടു നമ്മുടെ ഫോട്ടോഗ്രാഫി എടുത്ത് വരുന്നു. അവർ നിൽക്കുന്നത് മേ ബി ഒരു കുറേ പില്ലേഴ്സുള്ള ഒരു ലോങ് പാത്വേയിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ആർക്കിടെക്ചർ ഷൂട്ട് ചെയ്ത ഓർമ്മയിൽ നോക്കുമ്പോൾ ഓക്കെ ഇവരെ ഇന്ന ആംഗിൾ നിർത്തുമ്പോൾ ഈ ലൈൻസ് മൊത്തം ഇങ്ങനെ കൺവേർജ് ആവുന്നു, ഇവിടെ ഒരു നിർത്തിയ അങ്ങനെ ഈ പറയുന്ന എല്ലാ ജോണറും നമുക്കിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ. സോ അങ്ങനെ ഒരു രസമുള്ളൊരു പരിപാടിയാണ്. ശരി കേട്ടോ, അങ്ങനത്തെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടില്ലേ. അതേമാതിരി ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ അല്ല, എനിക്ക് തലയിൽ വേറൊരു സാധനം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വെഡ്ഡിങ്ങുകൾക്ക് വെറുതെ ഞാൻ കൂടെ വന്ന വെഡ്ഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ആ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പൂജാരിമാർക്കടക്കം ചടങ്ങുകൾ ചില സമയത്ത് മറന്നു പോകുമ്പോൾ നമ്മുടെ പിള്ളേർ അല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത് നമുക്കറിയാം ഏത് സ്ഥലത്തേക്കാണ് ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അല്ല അതും എനിക്ക് തോന്നുന്നു അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് ഇവർ എവിടെ നിന്നിട്ടാണ് ചെക്കൻ താലി എങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടായിരിക്കും കെട്ടുന്നത് എന്ന് പറഞ്ഞാൽ ചില മണ്ഡപങ്ങളൊക്കെ എന്താ പറയാ അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഈസ്റ്റ് വെസ്റ്റ് നോക്കിയിട്ടൊക്കെയാണ് മിക്കലിരിക്കുന്നത്. നമ്മളിപ്പോ വെഡിങ്ങിന് തന്നെ നോർമലി നമുക്ക് എത്ര ലൈറ്റിങ്ങിനെ കുറിച്ചും ഫ്രെയിമിനെ കുറിച്ച് അറിഞ്ഞാലും നമുക്ക് ആ ഒരു പ്രൊസസ് ഓഫ് മൈൻഡ് ഒരു സംഭവമാണ്. നമ്മൾ അവര് അവിടെ ഒരു എമോഷൻ ഫീൽ ആവുമായിരിക്കാം, അവര് മേ ബി ആ സമയം മേ ബി ഹഗ് ചെയ്യായിരിക്കാം, തെറ്റാവാം. പക്ഷെ എന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് വിചാരിക്കല്ലോ, റെഡി നിൽക്കില്ല. ആ ഒരു സംഭവമാണ് ഇതിന്റെ ഒപ്പം ഉള്ള ഒരു വെഡിങ്ങിനുള്ള ആ സംഭവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മറ്റേ തെറി കിട്ടാറില്ലേ ഏതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കാണാൻ സമ്മതിക്കുന്നില്ല. ഇപ്പം ഇത്രയും 500 പേരോ എത്ര പേരോ മണ്ഡപത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ആ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രെയിമിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് മുമ്പിലിരിക്കുന്ന ഒരു ദേഷ്യം വരുന്ന ഒരു അവസ്ഥ. ഇല്ല, ഇതിപ്പോ എല്ലാ ക്ലയൻസും ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷം വരെയും അല്ലെങ്കിൽ അടുത്ത കാലം വരെയൊക്കെ അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അവർ കണ്ടുവരുന്നത് അതാണ്. പലരുടെയും പോകുമ്പോൾ ഇതിന് ഫോട്ടോഗ്രാഫേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അല്ല സംഭവം ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഒരു കല്യാണത്തിന് ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെക്കനും പെണ്ണും താലി കെട്ടണത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കും, അവരുടെ ക്ലോസ് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ കാണുന്നത് 4 ചന്തയാണ്, 2 ഫോട്ടോഗ്രാഫർ ചന്തി, 2 വീഡിയോഗ്രാഫർ ചന്തയാണ്. അല്ല, അതായത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ പ്ലാനിങ് വേറെ ഉണ്ട്. ഇപ്പം 4 പേര് ഫ്രണ്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മേ ബി കുറച്ചൊന്നും അങ്ങോട്ട് മാറി നിൽക്കുക, കുറച്ചും കൂടെ. പക്ഷെ എന്തായാലും നമ്മൾ 2 പേരോട് നിൽക്കേണ്ട ആവശ്യം വരാറുമ്പോൾ നിൽക്കണം. അത് നമുക്ക് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഫ്രണ്ടിൽ കാണാൻ ആൾക്കാർ അവർക്ക് നമ്മളൊരു ഫോട്ടോ വേണം, അവരിങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ വേണം. അത് അവർക്ക് മേ ബി ചെറിയൊരു കോമൺ സെൻസ് ചിന്തിച്ചാൽ തന്നെ. പക്ഷെ അതിൽ മേജർ ഒരു സംഭവം ഞാൻ നോക്കിയിട്ട് എല്ലാ ക്ലയൻസും ഒരു വെഡ്ഡിങ്ങിന് മുന്നേ ഇത് ഒരു ഡിസ്കഷൻ വേണം. മിക്ക ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പോസ്റ്റ് കണ്ടിട്ടോ ആരെങ്കിലും റെഫറൽ ത്രൂ ഒരാളെ പറയും, ഡേറ്റ് ബുക്ക് ചെയ്യും. ചിലപ്പോൾ ആ വെഡ്ഡിങ്ങിൻ്റെ അന്നേക്കും ഇവർ നേരിട്ട് കാണുന്ന പോലും. അന്ന് കാണുമ്പോൾ ഓൾറെഡി ഇവർക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഇവരെ മൊത്തത്തിൽ കാണുമ്പോൾ ഇതാണോ ആശാൻ, ഇയാളാണോ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഇയാൾ ചെയ്യുമോ ഇല്ലേ, അങ്ങനെ കുറേ ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ട്രസ്റ്റ് ഇല്ല ബേസിക്കലി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസമോ 2 മാസം മുന്നേ എങ്കിലും നമ്മൾ നേരിട്ട് ആരെയാണോ ഹയർ ചെയ്യുന്നത് അവരോടൊപ്പം പ്രോപ്പർ ഒരു ഇൻ റിയൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഇൻ പേഴ്സൺ ഡിസ്കഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്താണ് എനിക്ക് തോന്നുന്നു ഇതിനൊരു റെമഡി ആയിട്ട് എനിക്ക് വൺ ഓഫ് ദി റെമഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെക്കനും പെണ്ണും ഒപ്പം ഡിസ്കസ് ചെയ്ത് ഒരേ ടീമിനെ ബുക്ക് ചെയ്യേ, അങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും ഇതിപ്പോ 2 ടീമിനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇത് കിട്ടണം, ഇവർക്കും ഫണ്ടിന്റെ കാര്യത്തിൽ അതൊരു എക്കണോമിക്കലി നോക്കുമ്പോൾ അത് ലാഭമാണ്. പിന്നെ നോക്കുമ്പോൾ ഒരു 8 പേര് 16 പേര് 8 പേര് വെച്ചാലും കവർ ചെയ്യാൻ പറ്റും നമുക്കത് എന്തായാലും. കാരണം ആ ഒരു എടുക്കുന്ന ഫോട്ടോഗ്രാഫർ തന്നെ ആയിരിക്കും ഇവിടെ മേ ബി 35 അവർ 35 വെക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല.
ആൻഡ് പിന്നെ എന്താ വെച്ചാൽ അവിടെ നമുക്കത് അവർക്കും വർക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ ക്ലയൻസിനും ഒരു സുഖമായിരിക്കും വർക്ക് ചെയ്യാൻ. നമുക്ക് ഒരു ടീമിന്റെ മാത്രം സംസാരിച്ചാൽ മതി, ഒരു ടീമിന്റെ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി. അവർക്ക് ഇത്ര ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബട്ട് സ്റ്റിൽ ആ ഒരു ഈസ് ഓഫ് മൈൻഡ് എനിക്ക് തോന്നുന്നു ക്ലയൻസിന്, അവർക്ക് മൊത്തം ഫാമിലീസിന് അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. എക്കണോമിക്കലി രണ്ടാമത്തെ കാര്യം എന്തായാലും രണ്ടെണ്ണം നോക്കുമ്പോൾ ഒരു എമൗണ്ട് ഇരട്ടി ആവില്ല, അതിൻ്റെ ഒരു മിഡിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ എന്തായാലും അവർക്ക് എക്കണോമിക് ലാഭമാണ്. പക്ഷെ ബട്ട് സ്റ്റിൽ എന്നാലും അതല്ലാതെ തന്നെ ഈ ഒരു ടീം മാത്രമാണെങ്കിൽ അവർക്ക് ഈസ് ഓഫ് മൈൻഡ് ആയിരിക്കും. അവർക്ക് ഈ കയോസ് കുറയ്ക്കാം. കണ്ടന്റിന്റെ കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോൾ ചിലപ്പോൾ 2 ടീമാണെങ്കിൽ ചിലപ്പോൾ 2 ടീമിനും കൺട്രോൾ കിട്ടില്ല. കോമ്പറ്റീഷൻ കൂടുമല്ലോ, എല്ലാവരും നല്ലൊരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഞാൻ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ടീമിൽ വീഡിയോഗ്രാഫർ എനിക്കറിയാം. ഇപ്പൊ ഹരി ആണെങ്കിൽ ഹരിനെനിക്ക് നോക്കിയാൽ അവന് മനസ്സിലാവും, ആ എൻ്റെ ഹരിക്ക് മനസ്സിലാവും എൻ്റെ ഫ്രെയിമിൽ അവരുണ്ടത്. ആ ഒരു സംഭവം കിട്ടും. നമുക്ക് ഓപ്പോസിറ്റ് ഒരാളുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു 95% ബോത്ത് സൈഡ് ആണ്. ഒരുവിധം എല്ലാ ക്ലയൻസും ഇപ്പൊ ഓപ്റ്റ് ചെയ്യുന്നത് രണ്ടുപേരും. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇപ്പോ പറഞ്ഞതാന്ന് തന്നെ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഫാമിലി ആണെങ്കിൽ അവര് തമ്മിൽ ആ 2 ഫാമിലി അവർ ഡിസ്കഷൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളവർക്ക് ഇത്. ഇവർക്ക് 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ടീം എടുക്കേണ്ട ഒരു ആവശ്യം. ജസ്റ്റ് അവർക്ക് 2 ചിന്തിച്ചാൽ അവർ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി ഫണ്ട് ഇത്തരത്തിലാക്കിയാൽ മറ്റേ റീലില് ഇത് ചെയ്യാൻ പറ്റുമോ, എത്രയാ 50,000 മൈ ബഡ്ജറ്റ് ഇസ് ഓൺലി 20. ശരി ചെയ്യാം. സിമ്പിൾ ആണ്. ബൗത്ത് സൈഡ് ആണ് ഇപ്പൊ ഒരുവിധം എല്ലാ ക്ലയൻസും ഓപ്റ്റ് ചെയ്യുന്നത്. അവർക്ക് അത് മനസ്സിലായി. കുറെ ക്ലയൻസ് മനസ്സിലായി അവർക്ക് 2 പേരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ടീമിനെ വിളിച്ചാൽ മതി, അവർക്ക് കാര്യം ചെയ്യാം. മനസ്സിലായ ക്ലയൻസ് ഉണ്ട് ഒരുവിധം എല്ലാവർക്കും. മനസ്സിലായല്ലോ? അല്ല, അപ്പൊ ഇത് ഈ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ എനിക്കൊരു വലിയ ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ 2 ടീമിന്റെയും അത്യാവശ്യം ഒരു എന്താ പറയാ, താഴെ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് അല്ല, ഒരു കുഴപ്പമില്ല, മറ്റേ അത്ര ഹൈ ബഡ്ജറ്റൊന്നും അല്ല, പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയാ ഉള്ള മാർക്കറ്റിനേക്കാളും കുറച്ച് മേലേക്ക് നിൽക്കുന്ന ബഡ്ജറ്റാണ് നമ്മുടെയൊക്കെ. അപ്പൊ അത് ആൾക്കാർ ചോദിക്കണ്ടല്ലോ, ഇപ്പൊ ബാക്കിയുള്ളവർ ഇത്രയും ചെയ്യണ്ടല്ലോ, ബാക്കിയുള്ളവർ ഇത്രയും ചെയ്യണ്ടല്ലോ, ഇത്രയും സാധനങ്ങൾ തരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പൊ നമ്മളെ എങ്ങനെയാണ് അത് അവരോട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാർക്കറ്റിനകത്ത് പലതരം ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒരേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ബിസിനസ് വെൻഡേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഒരു പ്രൊഡക്റ്റിനെ ഒരേ റേറ്റിന് വെക്കുകയാണെങ്കിൽ പിന്നെ വലിയ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് ഒരു കൺഫ്യൂഷൻസ് വരുന്നില്ല, ആരെയും വേണ്ടി എടുത്താൽ മതി. പക്ഷേ ഓരോരുത്തരും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സ്റ്റൈലും ഓരോരുത്തർക്കും ഓരോ അപ്രോച്ച് സ്റ്റൈലും ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ ചിലവർ 1 ലക്ഷം പറയുമ്പോൾ ഞെട്ടുന്നവരുണ്ടെങ്കിൽ മേ ബി നമ്മുടെ നാട്ടിൽ 10ഉം 40ഉം 1 കോടി രൂപ വരെ ചാർജ് ചെയ്യുന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വെൻഡേഴ്സ് ഉണ്ട്, വലിയ വലിയ ടീമുകളുണ്ട്, ഇതിനും ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരാരും ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ കുറച്ച് കൊടുത്തേക്ക് കുറച്ച് വേണ്ട കൂടുതൽ വേണം പറയും, ഓർ വൈസ് വേഴ്സ. അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരു പ്രൈസിങ്ങിൻ്റെതല്ല, നമ്മൾ എന്ത് ഓഫർ ചെയ്യുന്നു, ഈ ഓഫർ ചെയ്യുന്ന സർവീസ് മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറബിൾസ് മാത്രമല്ല, ഒപ്പം നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് കൂടെ വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ചിലവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഇൻട്രാക്ഷൻ ഒന്നും ഇല്ല, അടുത്ത ഫോട്ടോ ഈ വീഡിയോ മറ്റേ നമ്മൾ മറ്റേ ടെംപ്ലേറ്റൊക്കെ നോക്കിയെടുത്ത് പോവുകയാണെങ്കിൽ പിന്നെ അതിൽ വലിയ അർത്ഥമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ദിവസമാണ്. ഈ ഒരു പർട്ടിക്കുലർ ദിവസത്തിന് വേണ്ടി അവർ അത്രയും കാലം കൂട്ടി വെച്ച് ചിലപ്പോൾ കുറേ കാശ് ഇതിനോട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇമോഷണലി ഇൻവെസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അവരിൽ ഒരാളായിട്ട് നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടുന്ന അവരെ അത്രയും കംഫർട്ടബിളി കൊണ്ടുപോയി റൈറ്റ് ഫ്രം ദ ടൈം ദേ സ്റ്റാർട്ട് ഗെറ്റിംഗ് റെഡി ടു ദ പോയിന്റ് ദേ ബിഡ് ഫെയർവെൽ, അതുവരെയും നമ്മൾ അവരുടെ ഒപ്പം നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ കംഫർട്ട് സോണിൻ്റെ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അന്ന് അവർ കാണുന്നത് അവരുടെ പിക്ചേഴ്സ് അല്ല,
നമ്മൾ എന്ത് എക്സ്പീരിയൻസ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവർ ബിൽഡ് ചെയ്യുന്നൊരു ട്രസ്റ്റ് ഉണ്ട്. ഓ, ഇവരപ്പം രസമായിരുന്നു, ഇനി ഐ എം എക്സൈറ്റഡ് ടു സീ ദ പിക്ചേഴ്സ്. അപ്പോൾ ആ ഇത് വരുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും നമ്മുടെ പ്രൈസിങ് കാര്യങ്ങളെല്ലാം അവിടെ കോമ്പൻസേറ്റ് ആയി പോവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെറുതെ നമ്മൾ ഒന്നുമില്ലാതെ ഓവർ പ്രൈസ് ചെയ്യുന്നതിലും കാര്യമില്ല. കാരണം ഇന്നിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, ക്യാമറാസ് ആയിക്കോട്ടെ, ലെൻസസ് ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, നമ്മുടെ ഹാർഡ് ഡിസ്കുകൾ, സ്റ്റോറേജ്, നമ്മുടെ ലോജിസ്റ്റിക്കലായിട്ട്, അതായത് നമ്മുടെ വണ്ടി കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ടീം, നമ്മുടെ ഓഫീസ്, അങ്ങനെ കുറേ എക്സ്പെൻസുകളുണ്ട്. ഇതിനും എല്ലാ ബിസിനസ് പോലെ തന്നെ ഇതിന് ഇയർലി ഇതിൻ്റേതായിട്ടുള്ള മറ്റേ ചിലവും കൂടി വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കൂടുന്നതനുസരിച്ച് നമ്മളും ഫോഴ്സ്ഡ് ആണ് ഇത് കൂട്ടുക എന്നുള്ളത്. അല്ലാതെ നമുക്കിത് വീണ്ടും ഒരേ ഒരു നിന്നിട്ട് എല്ലാവരും ബിസിനസ് ചെയ്യുന്നതും ഈ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മുടെ എക്സ്പെൻസിനേക്കാളും നമ്മുടെ പ്രോഫിറ്റ് വരണം. അപ്പം അങ്ങനെ നോക്കുന്ന അവിടെ ഇയർലി നമുക്കിത് കൂട്ടാതില്ലാതെ വേറെ വഴിയില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് കൂട്ടുന്നതോടൊപ്പം നമ്മുടെ സർവീസിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ, കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തത്, ഈ വർഷം ഞങ്ങൾ ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ യു വിൽ ഫീൽ മച്ച് ബെറ്റർ, അല്ലെങ്കിൽ യു ഗെറ്റ് ദിസ്, അതിന് ഈ ഒരു പ്രൈസും കൂടി വരും, അങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ നോക്കിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ക്ലയൻസിനോടൊക്കെ വളരെ കൃത്യമായിട്ട് ഇവരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. എന്താണ് കിട്ടാൻ പോകുന്നത്, എന്താണ് ഞങ്ങളുടെ ഒരു വേ ഓഫ് അപ്രോച്ച്, എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. എക്സാക്ട്ലി, ഞങ്ങൾ ഇതാണ്, അതായത് ഇവരെ ഇങ്ങനെ ചെയ്യുന്നു അതല്ല, ഞങ്ങൾ ഇതാണ് ചെയ്യാറ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വേ ഓഫ് വർക്കിംഗ് ഇതാണ്, ഇങ്ങനെയൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ തന്നെ ഐ തിങ്ക് ടു എൻ എക്സ്റ്റെൻഡ് ദേ കൻ പിക്ചറൈസ് ഇറ്റ്. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ. സോ ഇതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല, എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ്. ഈ എക്സ്പീരിയൻസിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അവരുടെ ഒപ്പം ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഒപ്പം നമുക്ക് അവർ ആ ഒരു കംഫർട്ട് സോൺ അവർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, നമ്മൾ ടീം മൊത്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാം. നമുക്ക് അവർ മേ ബി ഇപ്പോൾ നമ്മൾ വീഡിയോ എന്താണ് ലൈക്ക് അവരുടെ ആ ഒരു സ്റ്റോറി പ്ലസ് അവരുടെ ആ ഇത്ര പറഞ്ഞ മേ ബി 8 years ആണ്. ഈ 8 years എല്ലാം വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൾമിനേഷനാണ് ആ വെഡിങ് ഡേ. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു വീഡിയോ ഓർ അതിൻ്റെ ആ ഒരു ഫോട്ടോസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ കംഫർട്ട് സോൺ അവർക്ക് ആ ഒരു സ്പേസ് ഉണ്ടാക്കുമ്പോൾ മേ ബി ഒരു ടെസ്റ്റിമോണിയൽ ലുക്കാണ്. നമ്മൾ അത്ര നേരം കല്യാണം കഴിയാറായി, നമ്മളത് ഇത്ര നേരം കളിച്ചിരിച്ച് ഇവരെ സംസാരിച്ച് നല്ല രസത്തിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് അങ്ങോട്ടും ചളിയായി പറഞ്ഞിട്ട് അവസാനം നമ്മൾ വീഡിയോഗ്രാഫറും ഞാനും മേ ബി രണ്ട് ടീമത്തെ എല്ലാവരും ഇരുന്നിട്ട് ക്യാമറ വെച്ച് അവരുടെ ചോദ്യങ്ങൾ വെച്ച് ടെസ്റ്റിമോണിയൽസ് എടുക്കുക, അവരുടെ സ്റ്റോറിയും അവരുടെ എക്സ്പീരിയൻസ് എല്ലാം പറയണേ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ കൊടുത്തത് കൊണ്ട് അവർക്ക് നമ്മൾ എന്താണ് തുറന്നു പറയാം. അവർക്ക് മേ ബി ഇത്തിരി വൾണറബിളായിട്ട് ചെറുതായി കരയാം, എത്ര വേണമെങ്കിൽ പൊട്ടിച്ചിരിക്കാം, എന്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ആ ഒരു സംഭവം നമുക്ക് കണ്ടന്റിന് മേ ബി നമ്മുടെ വീഡിയോന് ഭയങ്കരമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. തിരിച്ച് ഈ സംഭവമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കുറേ കണക്ട് ചെയ്യണം. നമുക്ക് ഇടയ്ക്ക് എനിക്ക് തോന്നി ടെസ്റ്റ് മോഡ് എടുക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വർക്കുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക്, അശ്വൻ പറഞ്ഞ ഫ്രണ്ടിൻ്റെ വർക്ക്, എൻ്റെ ഇപ്പം കോളേജ് പഠിച്ച എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഇവൻ ടെസ്റ്റ് മോഡ് എടുക്കുമ്പോൾ ആ ടെസ്റ്റ് മോഡിൽ ഞാനൊരു ക്യാരക്ടറായിരുന്നു, അവരുടെ സ്റ്റോറിയിൽ ഞാനൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഭയങ്കര ലൈക്ക് ആ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ആ സമയത്ത് ബാക്കിൽ നിന്നിട്ട് ആ സംഭവം ഇതുപോലെ തന്നെ ഞാൻ നവീന ഹരിയായിരുന്നു. അപ്പം നവീനായിട്ട് ഇവരുടെ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ടായിരുന്നു. ഇവർ മറ്റേ സെക്കൻഡ് മീറ്റ് ഇവരുടെ ശ്രീലങ്കയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അവർ പണ്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ മീറ്റ് ചെയ്യണ സമയത്ത് ഒരു വൈകുന്നേരം 6:30, 7 ആകുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് മൊത്തം ആ ഒരു മൂഡിലായിരുന്നു, ചെറിയ ഡ്രസ്സിലും ചെറിയൊരു സ്ട്രീറ്റ് ലൈറ്റ്. ഇതിനിടയിൽ അവളുടെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. ആ ഒരു സംഭവം പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റേ ആ ഒരു സ്ഥലത്ത് പോയി എടുക്കണം, അത് നടന്നില്ല. ശ്രീലങ്ക പോയി ട്രൈ ചെയ്തു, പക്ഷേ ആ സ്ഥലം എന്തൊക്കെ മാറി നടന്നില്ല. പക്ഷേ അതാണ്. അപ്പോൾ അവർ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിക്കൊണ്ടാണ് അവരത് പറഞ്ഞത്, ആ ഒരു സംഭവം പറഞ്ഞത്. ഇതുപോലെ കുറേ ക്ലയൻസ് ഇങ്ങനെ കഥകൾ പറഞ്ഞത്, നമുക്ക് അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ അത് ഞാൻ അപ്പോൾ ചിന്തിക്കില്ല. പക്ഷെ നമ്മുടെ എഡിറ്ററിന്, ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു ടെസ്റ്റ് മോഡും കത്ത് കണ്ടിട്ട് ഈ സംഭവം കാണുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാനുള്ള കുറേ പോയിന്റ്സ് കിട്ടും. നമുക്ക് ആ സ്റ്റോറി ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ നോട്ട്സ് ബിൽഡ് ചെയ്ത് ഡോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാനുള്ളൊരു സംഭവം അതിന് കിട്ടും. നമ്മൾ അത് ആ ഒരു എക്സ്പീരിയൻസ് കാരണം നമ്മൾ പോയിട്ട് അവിടെ ചിരിക്കാതെ കുറേ ഫോട്ടോ കുറേ സ്ലോ മോഷൻ വീഡിയോ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവർ കാണുമ്പോൾ കുറേ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചിരിച്ചാലും കളിച്ചാൽ ആ ഒരു മൊത്തം ആ ഒരു ദിവസം കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫോട്ടോ വീഡിയോ എടുക്കണം വേറെ. പക്ഷെ നമ്മൾ ഫസ്റ്റ് സെറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മേ ബി നമ്മൾ ക്ലയൻസ് നമുക്കൊരു ഹഗ് തന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഫീൽ ഉണ്ട്. അത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഭയങ്കര റിവാർഡിംഗ് ആണ്. ആ ഒരു നമ്മളുടെ സ്പെഷ്യാലിറ്റി നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ലൈക്ക് ദേ ഹാപ്പി നമ്മൾ വിളിച്ചുകൊണ്ട് ആ ഒരു സംഭവം കിട്ടും. ഒപ്പം നമുക്ക് നമ്മുടെ വർക്കിൽ കുറേ എക്സ്ട്രാ ബെനിഫിറ്റ്സും അതിന് കിട്ടും. സോ ഇറ്റ്സ് എ ഫുൾ സർക്കിൾ. ഐ തിങ്ക് ബേസിക്കലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഷൂട്ട് ചെയ്യാണ്ടിരിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ എല്ലാ വെഡ്ഡിങ്ങിനും അതിൻ്റെ ഒരു എസെൻസ് ഉണ്ട്.
ആ ദിവസം. കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ചിരുന്നു, നമ്മളിപ്പോൾ ഒരു 100 വെഡ്ഡിങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ 101ാമത്തെ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ 100 വെഡ്ഡിങ് ഷൂട്ട് ചെയ്തവനാണ് എന്ന് പറഞ്ഞ് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഈ 101ാമത്തെ വെഡ്ഡിങ്ങും നമ്മളിതേപോലെ നമ്മുടെ ആദ്യത്തെ വെഡ്ഡിങ് ആയിട്ട് തന്നെ കാണണം. നമ്മുടെ എവറി ക്ലയന്റ് ഈസ് ഡിഫറെന്റ്. പിന്നെ നമ്മുടെ എക്സ്പെർട്ടീസ് നമുക്ക് അവിടെ യൂസ് ആവും തീർച്ചയായിട്ടും. പക്ഷേ ആ പർട്ടിക്കുലർ വെഡ്ഡിങ്ങിന് വരുന്ന ആൾക്കാർ, ആ പർട്ടിക്കുലർ ബ്രൈഡിങ് ഗ്രൂം, നമ്മളിതിന് മുന്നേ അവരെ ഷൂട്ട് ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ആ ദിവസം അവർക്കുള്ള മൂഡ് സ്വിങ്സ്, ആ സിറ്റുവേഷൻ, അവിടെ നിൽക്കുന്ന ലൈറ്റിങ്, ആൾക്കാർ, തിരക്ക്, ബഹളം, പല കാര്യങ്ങളുണ്ട്. ഈ പല ഫാക്ടേഴ്സും ഒത്തുചേർന്ന് വരുമ്പോൾ ഇവരെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മളും പല സിറ്റുവേഷനിലൂടെ കടന്നായിരിക്കും അവിടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം, എത്ര തന്നെ പ്ലാൻ ചെയ്താലും അവിടെ ഉണ്ടാകുന്ന എല്ലാം മാജിക്കാണ്. ഇപ്പോൾ ഒരാൾ വല്ലാതെ കഥ ചിരിക്കുന്നു, നന്നായിട്ട് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് അപ്പോഴേ പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്രസീവായിട്ട് ചിരിക്കുന്നു. നമ്മളിങ്ങനെ ചൊറിഞ്ഞോണ്ടിരുന്നിട്ട് ഫോട്ടോ നോക്കാതെ അങ്ങോട്ട് നോക്കിയിരുന്ന് ഫോൺ നോക്കിയിരുന്ന ഈ സാധനം പോയി. നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ട് ഫ്രെയിമൊക്കെ നോക്കി പോരട്ടെ എന്നൊക്കെ ചിരിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ ഇതാക്കിയിട്ട് ഒരു ചിരിയില്ല, ആകെ ഡള്ളായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാൻഡിഡും ഇല്ല, ഒരു സ്റ്റോറി ടെല്ലിങ് പോർട്രേറ്റോ ഒന്നുമില്ല. ബട്ട് മറിച്ച് ഇതെല്ലാം ഒത്തുവരികയാണെന്ന് വയ്ക്കും. അവർ വളരെ ജോയസ് ആയിട്ടിരിക്കുന്നു, നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ടും നമ്മൾ പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ അവിടെ ഉണ്ടാകുന്നത് വലിയൊരു മാജിക്കാണ്. അവിടെ ഉണ്ടാകുന്ന പിക്ചേഴ്സ് ആൻഡ് ഐ തിങ്ക് ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ആൻഡ് ഫിലിംസ് എല്ലാം അതാണ്. ആൻഡ് ഇത് പിന്നീട് എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് അതിനെ ഫൈനൽ ഡെലിവറബിൾസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ കണ്ടു, നിങ്ങളെങ്ങനെ ഇതിനെ ഈ രീതിക്ക് ആക്കി, ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ആ മൊമെൻറ്റ് ദാറ്റ് ഈസ് സോ സ്പെഷ്യൽ. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ റിവാർഡ്. അല്ലാതെ നമ്മൾ മറ്റേ ഇൻസ്റ്റാഗ്രാം ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ട് അത് മാത്രം വെച്ച് പോകുമ്പോൾ അവർക്കൊന്നുമില്ല. ബിക്കോസ് ദീസ് ആർ ഡെയിലി ലൈഫ് പീപ്പിൾ. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന മോഡൽസ് അല്ല, ഇവർ ദിവസേന ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഇവരെ മോഡലായിട്ട് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഇവർ ഡെയിലി ആൾക്കാരാണ്. അപ്പോൾ ഇവരായിട്ട് തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോഴാണ് അതിൽ ഈ പറയുന്ന മാജിക് വരുമ്പോഴാണ് കാണുമ്പോൾ ആക്ച്വലി ഇവർക്കൊരു വാവ് ഫാക്ടർ വരുന്നത്. അപ്പോൾ അതിനെന്നും സ്ട്രൈവ് ചെയ്ത് പോകുമ്പോൾ അതെന്നും ഒരു സ്റ്റാൻഡ് അലോൺ വർക്ക് മാത്രമാണ്. പിന്നെ അപ്പോഴേ പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ്സും കൂടിയാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊഡക്റ്റും കൂടിയാണ്. ഈ പ്രൊഡക്റ്റ് പ്രോപ്പർലി സെയിലായാൽ മാത്രമേ നമുക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ സ്കിൽ സെറ്റും നമ്മുടെ സ്റ്റൈൽ ഓഫ് വർക്കെല്ലാം ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഒരു സെയിലബിൾ ഒരു പോർഷൻ നമ്മൾ കണ്ടെത്തി അതിൻ്റെ മര്യാദ കൊടുത്തുകൊണ്ട് അതിനെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ആൾക്കാർ. അപ്പോൾ ദാറ്റ്സ് എ സൈക്കിൾ, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ദാറ്റ് വേ വർക്ക്സ്. ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ പല ഇപ്പം എന്താ പറയുക പല വീഡിയോസ് എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലയൻസ് എന്താ പറയുക ഭയങ്കര ജനറസ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ ഓഡിയോ ഒക്കെ അയക്കും. ഇത് ഓർഡർ എന്താ പറയുക എഡിറ്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കണേ, ഇങ്ങനെ എഡിറ്റ് അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് അപ്പോഴേ പറഞ്ഞ സാൻഡ്ര എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഫസ്റ്റ് വെഡിങ് ആയിരുന്നു. ഞാൻ ഈ ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ആ വെഡിങ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെഡിങ് ഒന്നുമില്ല, അവർക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരുന്നു. ആ സമയത്ത് ചെയ്തു കൊടുത്തിരുന്നു, കഴിഞ്ഞു. ഫൈനൽ ഡെലിവറീസിലും കൊടുക്കുന്ന സമയത്ത് ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഒരു സർട്ടൻ എമൗണ്ട് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നു, എല്ലാം കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ആദ്യം വന്നത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. അപ്പം ഞാൻ എന്താ പോയില്ല അത് എടുക്കുക പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ട്രാപ്പൊക്കെ ഉള്ളൊരു വാച്ചായിരുന്നു. അന്നത്തെ സമയത്ത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ചാണ്. അപ്പോൾ ആ വാച്ച് ഗിഫ്റ്റ് ചെയ്തു. ആ വാച്ചിനൊപ്പം അതേ ബോക്സിനകത്ത് ഒരു 5000 രൂപ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് കാശ് ഇപ്പോൾ അത് അതിൻ്റെ ഒപ്പം വെച്ചോളൂ, ഇത് വെക്കൂ വരും എഡിറ്റർ കൊടുക്കാൻ അതില്ലാണ്ടാക്കി അത് നിങ്ങളത് കാണണ്ടെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ലെറ്റ്സ് എനിക്കിപ്പോൾ ഒരു 15 കിട്ടാനുള്ളതെന്ന് വെച്ചോളൂ. എനിക്ക് കിട്ടിയത് 20 അപ്പോൾ വീണ്ടും അത് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് നേരെ 20 അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു തെറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഞങ്ങളുടെ വർക്കിലും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഇതുപോലെ അമച്വറായിട്ട് വരുന്ന ഒരാൾക്കാർ ഞങ്ങൾക്ക് ഇത്തരം ഒരു എക്സ്പീരിയൻസ് തരുമെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മോള് പല കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്നു, ആ ആഗ്രഹങ്ങൾക്കും അപ്പുറത്താണ് നിങ്ങൾ ഡെലിവറി ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൊക്കെ നിറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീട്ടിൽ ഒരു എൻറ്റയർ ഫാമിലി നമ്മുടെ മുന്നിലിരിക്കുന്നു, നമുക്കൊരു ഗിഫ്റ്റ് തരുന്നു, ഗിഫ്റ്റിനോടൊപ്പം കാശ് വരുന്നു, കൂടാതെ കിട്ടാനുള്ള കാശിനേക്കാളും കൂടുതൽ തരുന്നു. അത് ഇന്നവരുണ്ടായിട്ടില്ല.
അതായിരുന്നു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അപ്പോൾ കുറയ്ക്കാൻ ആൾക്കാർ അല്ല നോക്കാറില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതേമാതിരി അവർക്കും അത് കാണുമ്പോൾ ചിലപ്പോൾ അത്ര ഇമോഷണൽ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ കണ്ടിട്ട് അങ്ങനെയല്ല അല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ എന്താ പറയുക പുള്ളിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ചില ക്ലയൻസ് ഒക്കെ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ട് കരയുണ്ട്. അതിന് വീഡിയോ കണ്ടിട്ടാണ് ബില്യൺ അറിയില്ല കരയാറുണ്ട്. അല്ല അങ്ങനത്തെ റീലുകളും ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സാധനം നമുക്ക് ഭയങ്കര റിവാർഡിങ് ആണ് തീർച്ചയായിട്ടും. കാരണം അതാണ് തോന്നുന്നത് എനിക്ക്. എന്താ പറയുക, ഈ വെഡ്ഡിങ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതൊരു എൻജോയബിൾ, അല്ലെങ്കിൽ അതിൽ എക്സ്പെരിമെന്റ് ചെയ്യാനും അതൊക്കെ ഒരു ഡ്രൈവാണ്. അവരുടെ ഫീഡ്ബാക്കും സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഭയങ്കര സ്പോണ്ടേനിയസ് അല്ലേ വെഡിങ്? ഇപ്പൊ നമ്മള് അപ്പോഴേ ഷോർട്ട് ഫിലിംസ് ഒക്കെ അല്ല അത് ഞാൻ റിവ്യൂ അല്ല, ഇപ്പൊ അപ്പോഴേ ഷോർട്ട് ഫിലിംസിന്റെ കാര്യം പറയും. നമുക്ക് റീടേക്കുകൾ പോവാം, നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ റീടേക്കുകൾ പോവാം. എല്ലാ ജോണറിലും വെഡിങ്ങിൽ നമുക്ക് റീടേക്ക് പറ്റില്ല, അൺലെസ് ഈ പറഞ്ഞ സെലിബ്രിറ്റി വെഡിങ്സ് ഒക്കെ ആണെങ്കിൽ പ്ലാൻ ചെയ്ത് നമ്മൾ റീടേക്ക് ചെയ്ത് പോവാം. പക്ഷേ അല്ല അങ്ങനെയാണെങ്കിൽ ചടങ്ങുകളും കാര്യങ്ങളും നമുക്ക് അധികം കിട്ടുന്ന എനിക്ക് തോന്നുന്നു. റീടേക്കുകൾ നമുക്ക് മറ്റേ കപ്പിളോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റീടേക്ക് പോകാം. അല്ലാതെ ഒന്നുമില്ല, ഒരു സാധനവും റീടേക്ക് ഇല്ല. അപ്പോൾ നമ്മൾ അത്രയും മെന്റലി ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നാൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം അതിലുണ്ടാവുന്ന ഒരു മാജിക് ഭയങ്കര രസമാണ്. നമ്മൾ സാധനമുണ്ട്, അതാണ് ഇന്നും വെഡിങ്ങിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനം. ഭയങ്കര രസമാണ് അത്. അപ്പോൾ ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്, വെഡിങ് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അതിന് ഇപ്പം നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ഒക്കെ നമുക്കൊരു ഗ്യാങ് ഉണ്ട്, നമുക്കൊരു സർക്കിൾ ഉണ്ട്. അപ്പം അതൊന്നേ നമ്മൾ വിളിക്കുള്ളൂ. അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ. കാരണം അത്യാവശ്യം നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഇപ്പം നമുക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ആൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണം? അപ്പോൾ ഇത് കാണാൻ ആർക്കെങ്കിലും വെഡിങ്ങിലേക്ക് കിടക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? എനിക്കാണ് ആദ്യം ആളെ ഒരു ലൈക്ക് ആളുടെ ആ ഒരു സ്റ്റൈൽ സംഭവം മനസ്സിലാക്കണം. ട്രയൽ ആൻഡ് എറർ യൂസ് ചെയ്യണം, കുറേ ഷൂട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ എടുക്കണം. വെഡിങ് ആയാലും എന്തായാലും ലൈക്ക് അത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് ക്യാമറ എടുത്തുകൊണ്ട് നമുക്ക് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആവാൻ അങ്ങനെയല്ല, ബട്ട് അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല നമുക്ക്. അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും ആ ഒരു നമുക്ക് മേ ബി 50 വെച്ച് മാത്രം ഷൂട്ട് ചെയ്യണം, ഒരു ഷൂട്ട് മൊത്തം 50 വെച്ച് ഷൂട്ട് ചെയ്യണം, 85 വെച്ച് ഷൂട്ട് ചെയ്യണോ, ഓർ ഈ ഒരു ലെൻസ് റേഞ്ച് വന്ന് ഷൂട്ട് ചെയ്യണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഷൂട്ട് ചെയ്യുന്നു, കുറേ കാര്യം മേ ബി അണ്ടർ ഫോട്ടോസ് മാത്രമേ ലൈക്ക് എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അങ്ങനെ കുറച്ച് ഒരാൾ അയാളെ ചലഞ്ച് ചെയ്തിട്ട് അയാളൊരു സ്റ്റൈൽ ഉണ്ടാക്കണം. നമുക്ക് ബേസിക്കലി അതാണ് മെയിൻ വേണ്ടത്. ഇപ്പോൾ കുറേ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർക്ക് ലൈക്ക് അവരുടെ ഫോട്ടോസിൻ്റെ ആ ടെംപ്ലേറ്റ് ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇറ്റ്സ് ദെയർ ഫോട്ടോ. അത് ആ ഒരു കുറേ കാലമായിട്ട് അവരായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അവരുടെ സ്റ്റൈലും അവരുടെ ആ ഒരു അവർ ലൈക്ക് മേ ബി എന്തെങ്കിലും ആയിരിക്കും, ഫ്രെയിമോ ലൈറ്റോ എന്തെങ്കിലും ആയിരിക്കും, ബട്ട് ആ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. ആ ഒരു സിഗ്നേച്ചർ ആദ്യം കണ്ടുപിടിക്കും. മേ ബി അത് വഴിയിലായിരിക്കും കണ്ടുപിടിക്കുക, മേ ബി 2 കൊല്ലത്തിൽ കണ്ടുപിടിക്കുക, മേ ബി 10 കൊല്ലത്തിൽ. ഞാനിപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. മേ ബി 10 കൊല്ലത്തിലായിരിക്കും, നമ്മൾ 20 കൊല്ലത്തിലെ 20 അപ്പോഴേക്കും തട്ടിപ്പോകും, അത് വയസ്സായല്ലോ. പക്ഷെ 10 കൊല്ലത്തിൽ മേ ബി കണ്ടുപിടിക്കുന്നുണ്ട്. 10 കൊല്ലത്തിലായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക. അത് ഓരോ സമയത്തായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കണം, സ്റ്റൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഉണ്ടാക്കൽ മേ ബി ശ്രമിക്കണം. ആ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാമറയിൽ കൺട്രോളും ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു നാക്കും പരിപാടിയും എല്ലാം കിട്ടും. അതിൻ്റെ ഒപ്പം കിട്ടി എന്നിട്ട് ദെൻ അങ്ങനെ മേ ബി ഒരു കമ്പനിയിൽ കയറാം. മേ ബി ഫ്രീലാൻസർ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ കുറേ കാലം ഫ്രീലാൻസേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടീമായിട്ട് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും ഒരുമിച്ച് പറയുക, അവർ വേറെ വർക്ക് ചെയ്യുന്ന, പക്ഷേ നമുക്ക് എപ്പോഴും വിളിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒപ്പം തന്നെ ഓഫീസിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരു ടീമായപ്പോൾ നമുക്ക് ഈ ഗിവ് ആൻഡ് ടേക്ക് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഇതിലും വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന ഒരാളാകുമ്പോൾ നമുക്ക് മേ ബി അതിന്റെ എഡിറ്റ് കാണുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഷൂട്ട് ചെയ്തോണ്ടാണ് അത് അവൻ അങ്ങോട്ടും പറയും, നമ്മൾ അങ്ങോട്ട് തിരിച്ചും പറയും എഡിറ്ററോട്. ഇപ്പം ഞാൻ കിച്ചുവിനോട് അങ്ങനെ പറയാറുണ്ട്, കിച്ചുവിനോട് വെച്ച് നമുക്കിത് ഇങ്ങനത്തെ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ യൂസ് ചെയ്യില്ല, അതൊക്കെ അവൻ്റെ ട്രിപ്പ്. ബട്ട് ചിലപ്പോൾ അവരെന്നോട് പറയാറുണ്ട്, മേ ബി നിങ്ങൾ ടെസ്റ്റ് മോഡൽ സൗണ്ട് ഒന്ന് നോക്കണം, ചിലപ്പോൾ കുറച്ച് കുറയാറുണ്ട്, ചിലപ്പോൾ കൂടാറുണ്ട്, മേ ബി ഇങ്ങനത്തെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിരുന്നു, അങ്ങനെ തിരിച്ച് പറയട്ടെ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭവം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് കിട്ടാറുള്ളൂ നമുക്ക്. ആ ഒരു സംഭവം എഡിറ്റർ ആയാലും ഫോട്ടോഗ്രാഫർ ആയാലും വീഡിയോഗ്രാഫർ ആയാലും മേ ബി അസിസ്റ്റൻ്റ് ആയാലും ആരായാലും ഡ്രോൺ പൈലറ്റ് ആയാലും എന്തായാലും ആ ഒരു ടീം വർക്ക് മെയിനാണ്. ആ ടീം വർക്ക് ആ ഒരു ടീമിലേക്ക് ബിൽഡ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഐ തിങ്ക് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്. ബേസിക്സ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്.
മിക്ക ആൾക്കാരും ഒരു ക്യാമറ ഒരു ഏതെങ്കിലും അത്യാവശ്യം ഡെപ്ത് കിട്ടുന്ന ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ സ്വയം ഫോട്ടോഗ്രാഫറായി അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ എന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറ്റേ ഫസ്റ്റ് ക്യാമറ എടുത്ത് 50mm ഇല്ലേ 50mm മറ്റേ ബ്രാൻഡ് ഒരു സാധനം അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്ത് പോകുമ്പോൾ വെച്ചെങ്കിൽ മേ ബി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 5 years ഡൗൺ ദ ലൈൻ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കാം. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഫസ്റ്റ് അതിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളത് സ്വയം പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരവരെ നീഷ് അറിയാനും അവരുടെ സ്റ്റൈൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോഗ്രാഫറെ കാര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. മോർ ഇമ്പോർട്ടൻ്റ്ലി അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈവൻ ബെറ്റർ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ യൂട്യൂബ് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ടോ ഒന്നും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരാളുടെ കൂടെ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവരുടെ ഒപ്പം എങ്ങനെ നമ്മൾ കണ്ട് പഠിക്കും. നമ്മളത് കണ്ട് പഠിക്കുന്തോറും മസിൽ മെമ്മറിയിലും കയറും. ആൻഡ് കണ്ട് തന്നെ നമ്മൾ ഗ്രാജുവലി വൺ ഡേ ക്യാമറ എടുക്കുമ്പോൾ നമുക്കതിങ്ങനെ വഴങ്ങി വരും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് പോകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനോടാണ് കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ അവരുടെ കയ്യിൽ ആ ക്യാമറ ഉള്ളത് കൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്. അവർക്ക് ആ സ്കിൽ ഉള്ളതുകൊണ്ടാണ്. ക്യാമറ ഒരിക്കലും ഒരു മീഡിയം ആവുന്നില്ല. ക്യാമറ ഒരു ഡിവൈസ് മാത്രമാണ്. നമ്മുടെ സ്കിൽ ആർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ മാത്രമാണ് ക്യാമറ. അല്ലാതെ ഇന്ന ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് ഒരിക്കലും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബേസിക്സ് ആദ്യം പഠിക്കുക. ആൻഡ് കഴിയുമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 or 2 years ആരുടെയെങ്കിലും ഒപ്പം കാര്യമായിട്ട് തന്നെ അസിസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം, അല്ലാതെ വെറുതെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യല്ല. നമുക്ക് അവരുടെ വർക്ക് ഇഷ്ടമാണ്, അവരുടെ സ്റ്റൈൽ ഓഫ് വർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ ഒപ്പം വർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ അപ്പോഴേ പറയുമ്പോൾ നമ്മളൊരു ടീമിൻ്റെ ഭാഗമാവുകയാണ്. ആ ടീമിൻ്റെ ഭാഗം നമ്മൾ അങ്ങനെ നിന്നാവുമ്പോഴാണ് ഈ പറയുന്ന ഗിവ് ആൻഡ് ടേക്ക് വരുന്നത്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക് സിങ്ക് കിട്ടും. ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സിങ്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ഭയങ്കര രസമാണ്. അങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കുന്നതും നമുക്കൊരു സ്റ്റൈൽ ഉണ്ടാവുന്നതും നമുക്കൊരു ഇൻഡിവിജ്വൽ നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ നമുക്കെന്നെ തോന്നും എന്തെങ്കിലും എനിക്ക് എൻ്റെ ഒരു സാധനം വേണം. അത് വരുന്നത് ഇവിടുന്നാണ്. നമുക്ക് എന്നും ഐട്രേഷൻസ് ആണ്. എന്നും പെട്ടെന്ന് കയറി നമുക്കൊരു ആരും ചെയ്യാത്തൊരു സാധനം ചെയ്യാൻ പറ്റില്ല. എന്നും ഐട്രേഷൻസ് ആണ്. ഓരോ ആൾക്കാർ ചെയ്ത് വെച്ച് പോയ സാധനത്തിൽ നിന്ന് നമ്മളെടുക്കുന്ന റെഫറൻസ്, ആ റെഫറൻസിൽ നമ്മൾ നമ്മുടെ ഐഡിയ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതിനുണ്ടാക്കുന്ന പുതിയൊരു സാധനം. അപ്പോൾ ഈ പഴയതിൻ്റെ ഐട്രേഷനാണ് എന്നും പുതിയ വരുന്ന സാധനം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും ഒരു സോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ഒരു ബേസിക്സ് പഠിക്കുക, അസിസ്റ്റ് ചെയ്ത് നിൽക്കുക, പേഷ്യൻസ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ക്രിയേറ്റീവ് വർക്ക് മാറ്റമൊന്നും പെട്ടെന്ന് കയറി ഉണ്ടാകുന്ന പരിപാടിയല്ല. നമ്മുടെ എൻവയറമെൻറ്റ്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, കാണുന്ന ആൾക്കാർ, വായിക്കുന്ന പുസ്തകം, കാണുന്ന സിനിമ, നമ്മൾ എങ്ങനെ നമ്മുടെ എൻവയറമെൻറ്റ് സറൗണ്ടിങ്ങിനെ കാണുന്നു, എല്ലാം ഭയങ്കര ഇൻഫ്ലുവൻസുള്ള കാര്യമാണ്. പുറത്ത് നേച്ചർ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്ന അവിടെ നിന്നാണ്. എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ആണ് നമ്മളൊരു ആർട്ടിസ്റ്റ് ആക്കുന്നത്. അത് എങ്ങനെ നമ്മളൊരു വ്യൂ ഫൈൻഡറിനകത്ത് കാണുന്നു, ഫ്രെയിം ചെയ്യുന്നു, വൈഡായി കാണുന്നു, ക്ലോസ് ആയി കാണുന്നു, ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ട് ഓർ നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്ന സംഭവം. സോ ഐ തിങ്ക് അങ്ങനെ ഒബ്സർവേഷൻ വേണം, പേഷ്യൻസ് വേണം, ആൾക്കാരെ കൂടെ നിൽക്കുക, ബേസിക്സ് പഠിക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിച്ച് ക്യാമറ ബ്രോ ആ ആൻസറൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ആൻസർ ചെയ്ത് പോകും അല്ലേ? അങ്ങനെ കേട്ടല്ലോ. അത് തന്നെ. അപ്പം ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്താൽ മതി. നല്ലൊരു അല്ലേ, നല്ല എന്താ പറയുക, ഇൻകം കിട്ടുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ നല്ല പണിയും കിട്ടും. നല്ല പണിയുണ്ട്, നല്ല പണിയുണ്ട്, അതെ, റിസ്ക്കുമാണ്. കാരണം നമുക്കൊന്നും എല്ലാ ഫീൽഡ് പോലെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കഥകളൊക്കെ. കഥകൾ അടുത്ത എപ്പിസോഡിൽ ആരെങ്കിലും കുറച്ചും കൂടി നല്ല ആൾക്കാർ അല്ല, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ നല്ല ടോപ്പിക്ക് കൊണ്ടുവരാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഇവരുടെ വർക്കൊക്കെ നോക്കുക. ഓൺലി അല്ല ഏതായിരുന്നു വെഡിങ് വർക്ക്സ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ